പേരല്ലേ നമ്മൾ ഡി ഡി ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ചേരുന്ന വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ഒരു 35 വർഷക്കാലത്തെ ഗവൺമെൻറ് മേഖലയിലുള്ള സമഗ്രമായ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നാണ് വാസ്തവത്തിൽ ഈ ഡി ഡി ടോക്സിൻ്റെ വിഷയം കടന്നു വരിക. അദ്ദേഹം റിട്ടയർ ചെയ്തു. അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ എന്ന ആ പുസ്തകത്തോടു കൂടി നമ്മുടെ ഭരണവ്യവസ്ഥയിൽ സംഭവിക്കുന്ന പല പുഴുക്കുത്തുകളെയും പൊതുജനങ്ങൾക്ക് തുറന്നു കാട്ടുകയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൃത്യമായ പരിഹാരങ്ങളും നിർദ്ദേശിച്ച ആ പുസ്തകത്തിൻ്റെ രചയിതാവ് മുൻ IAS ഉദ്യോഗസ്ഥൻ ശ്രീ ബിജു പ്രഭാകർ. സ്വാഗതം സർ. സർ, നാം നമ്മെ കൊള്ളയടിക്കുമ്പോൾ പേര് തന്നെ നമ്മളെ മൊത്തത്തിൽ നമ്മൾ തന്നെയാണ് ആ കൊള്ളക്കാർ എന്നൊരു പ്രതീതിയാണ്. എന്തുകൊണ്ടാണ് ഈ കൊള്ളക്കാർ എന്നൊരു പദം തന്നെ ഉപയോഗിക്കാമെന്ന് കരുതിയത്? പണ്ട് മുഗൾ രാജവംശമാണേലും അതിനു മുമ്പ് വന്നിട്ടുള്ള പേർഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള പല ആക്രമണങ്ങളാണേലും പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോഴും, അപ്പം ശശി തരൂരൊക്കെ അദ്ദേഹം എപ്പോഴും പറയുമല്ലോ, ബ്രിട്ടീഷുകാർ വന്ന് 22% GDP ഉണ്ടായിരുന്ന ഇന്ത്യയെ കൊള്ളയടിച്ച അവസാനം 3% GDP വേൾഡ് GDPയുടെ ഭാഗമായിട്ട് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട് നമുക്ക് കൺട്രോളില്ല. ബിക്കോസ് ദേ കം ആൻഡ് ദേ ലൂട്ടേഴ്സ് ആൻഡ് ദേ ഗോ എവേ. ഇവിടെ നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുക നമ്മളെ കൊള്ളയടിച്ചു എന്ന് പറഞ്ഞിട്ട്. ദിസ് ഈസ് ഹാപ്പനിങ്. ഈ ഗവൺമെൻറ്റോ ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റോ ഒന്നുമല്ല. എല്ലാ ഗവൺമെൻറ്റിലും ഒരു കൊള്ളയടിയുടെ ഒരു എലിമെൻ്റുണ്ട്. അത് എൻ്റെ ഗവൺമെൻറ് സർവീസിനകത്ത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദീസ് ആർ ദ വേയ്സ് ഇൻ വിച്ച് ദ പബ്ലിക് മണി ഈസ് ബീങ് ലൂട്ടഡ്. DGP ജേക്കബ് പൊന്നു സാർ ഈ പുസ്തകത്തിനെ പറ്റി ഒരിക്കൽ പ്രസംഗിച്ചത്, ഈ പുസ്തകം പുതിയ തലമുറയ്ക്ക് നല്ലൊരു ഹാൻഡ് ബുക്കാണ്. കാരണം എങ്ങനെ സർക്കാർ സർവീസിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കണമെന്നുള്ളത് ആർക്കെങ്കിലും അറിയാൻ പാടില്ലെങ്കിൽ ബിജുവിൻ്റെ ബുക്ക് വായിച്ചാൽ മതി. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ ഇത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വലിയ ആയുധം കൂടിയാണ്. എങ്ങനെയൊക്കെ എൻ്റെ പൈസ പലരും ഊറ്റിക്കൊണ്ട് പോകുന്നു, അത് എങ്ങനെ തടയിടണം, എന്തൊക്കെ ഞാൻ നോക്കണം എന്നൊക്കെ ഉള്ളൊരു മാർഗനിർദ്ദേശ ബുക്കായിട്ടും അവർക്കും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 35 വർഷക്കാലത്തിൽ ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് ഇതാ ഇങ്ങനെയാണ് എന്ന് പറയണമെങ്കിൽ സാർ ഏതായിരിക്കും, ഏത് മേഖലയായിരിക്കും പറയുക? നമ്മുടെ പൊതുപണം, നമ്മുടെ പൊതുജനങ്ങളുടെ സമ്പത്ത് ചൂഷണം ചെയ്യുന്ന ആ മേഖല ഏതായിരിക്കും? ഇപ്പം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കൊള്ള നടന്നത് കിഫ്ബി വഴിയാണ്. അത് ആ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നു അല്ല, മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആ PWD കോൺട്രാക്റ്റ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, എൻ്റെ ചിറ്റപ്പൻ ഒരു കോൺട്രാക്ടറായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഐ വാസ് എ വെരി എൻ്റർപ്രൈസിങ് പേഴ്സൺ, ചുമ്മാ ഇരിക്കത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്ട്രെച്ച് ഞാൻ ചെയ്തോട്ടെ, എനിക്ക് പൈസ തരുമെന്ന് ചോദിച്ചു. അദ്ദേഹം 100 രൂപയെ തന്നുള്ളൂ. ഞാൻ നിൽക്കുന്ന ദിവസമൊക്കെ ആയിട്ട് 100 രൂപയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും അന്ന് തൊട്ട് PWD വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു ഇപ്പം ഞാൻ ഐ ആം അഡ്വൈസിങ് സോ മെനി ഇൻഡസ്ട്രീസ്, ഐ ആം ആക്ച്വലി മെൻറ്ററിങ് സ്റ്റാർട്ടപ്പ്സ്. അപ്പം നമ്മൾ പല ഇൻഡസ്ട്രി നോക്കുന്നുണ്ടെങ്കിൽ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന 30-35% റിട്ടേൺ ആണ്. അത്രയൊന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മൾ അത്രയും ടാർഗറ്റ് ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഗവൺമെൻറ് കോൺട്രാക്ട്സ് സമയത്തിനും കാലത്തിനും പൈസ കിട്ടത്തില്ല. 2 പറയുകയാണ് KFC പോയിട്ട് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുക. അപ്പം KFCയുടെ കമ്മീഷൻ പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ KSFEയുടെ കമ്മീഷൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 15% കിട്ടണം. കാരണം എന്ന് വെച്ചാൽ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു 8% 9% ഒക്കെ ഒരു റിസ്ക്കും ഇല്ലാതെ കിട്ടും. ഇൻകം ടാക്സ് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു 25%. അപ്പോൾ 100 കോടി രൂപ നമ്മൾ മുടക്കുകയാണെങ്കിൽ 25 കോടി രൂപ എന്തായാലും ഓണേഴ്സ് ഈ കോൺട്രാക്ടേഴ്സിൻ്റെ പ്രോഫിറ്റായിട്ട് പോയില്ല. അപ്പോൾ അയാൾക്ക് 25 കോടി രൂപ കിട്ടണമെങ്കിൽ അതിൽ നിന്ന് എടുത്ത് വേറെ ആർക്കും കൈക്കൂലി കൊടുക്കത്തില്ലല്ലോ. ആ കൈക്കൂലി കൊടുക്കുന്ന അനദർ 25 കോടി രൂപ അതിനായിട്ട് മാറ്റി വയ്ക്കും. ചുരുക്കി പറഞ്ഞാൽ, ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ ഹാവ് സീൻ ദാറ്റ്. നിങ്ങൾ നോക്ക്, PWD നിർമ്മിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ടെമ്പററി റൂഫ് ഇല്ലാതെ ചെയ്തിട്ടുണ്ടോ? കാരണം ലീക്ക് ചെയ്യും, ഉണ്ടാക്കിയാൽ ഉടൻ ലീക്ക് ചെയ്യും. നിയമസഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഡോക്ടർ MK മുനീർ, ഞങ്ങൾ ഒരു കോളേജിൽ പഠിച്ചതാണ്, അതെൻ്റെ സീനിയറാണ്. ഞാൻ പറഞ്ഞ് അച്ഛനെ പറ്റി ഞാനൊരു പരാമർശം പറയുന്നുണ്ട്, തെറ്റായിട്ട് പറയരുത്.
നിയമസഭ ഉണ്ടായി കഴിഞ്ഞപ്പം നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനത്തിനകത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പം ചോർന്നു. അപ്പോൾ അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഒരു തൊപ്പി ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അന്ന് CH ആയിരുന്നു PWD മന്ത്രി എന്ന് തോന്നുന്നു. അപ്പോൾ തിരുവനന്തപുരത്തുകാരെല്ലാവരും പറയുന്നത് CHൻ്റെ തൊപ്പിയാണ് അതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി മാത്രം ഒരു ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കിഫ്ബിയിൽ അതിപ്പം ഞാനിപ്പോൾ അറിഞ്ഞോ അറിയാതെയോ രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞോ എന്നുള്ളതല്ല. സോ കിഫ്ബി ക്ലെയിംസ് ടു ഹാവ് സ്പെൻഡ് നിയർലി 70,000 crore rupees, 70,000 കോടി രൂപയാണ്. അപ്പോൾ 35,000 കോടി രൂപ നമുക്ക് സ്ട്രെയിറ്റ് അവേ പറയാം. കിഫ്ബിക്ക് കുറച്ച് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു സ്ഥാപനമായതുകൊണ്ട് 35,000 കോടി രൂപ എങ്കിലും ഭൂമിയിൽ മുടക്കിയിട്ടുണ്ടാകും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഈ കണക്കാണ്. അതെ, അതിൽ പോലും കിഫ്ബി വർക്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർ തന്നെ എന്തെല്ലാം വെട്ടിപ്പ് നടത്തുന്നെന്നുള്ളതും കിഫ്ബിയിൽ എത്ര അഴിമതി ഉള്ള ഉദ്യോഗസ്ഥന്മാരെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് തന്നെ ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കിഫ്ബി എന്ന് പറയുന്നൊരു നോക്കുക, എത്ര ആശുപത്രികളിൽ എത്ര ബിൽഡിംഗ് കിടക്കുന്നുണ്ട്, എത്ര സ്കൂളുകളിൽ ബിൽഡിംഗ് കിടക്കുന്നുണ്ട്. ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല, നേഴ്സന്മാരില്ല. സ്കൂളുകളിലെ പിള്ളേർ കുറയാണ്. 1970-ൽ 7 ലക്ഷത്തിലധികം പിള്ളേർ സ്കൂളുകളിൽ വന്ന്, കുറച്ച് മാനിപ്പുലേറ്റഡ് കണക്കാണെങ്കിൽ പോലും 1991 6,50,000 കുട്ടികൾ, 6,50,000 കുട്ടികൾ 91 കണക്ക് ഞാൻ നോക്കിയപ്പോൾ വന്നതാണ്. ഇപ്പം ഈ കൊല്ലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും അതിൻ്റെ 20,000 കുട്ടികൾ കുറവാണ്. 2,70,000 കുട്ടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ 2,70,000 കുട്ടികൾ കുറയുന്ന സ്ഥലത്ത് എന്തിനാണ് ഇത്രയും വലിയ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത്? എന്നിട്ട് അതിനൊരു പേര് പറയുക പൊതുവിദ്യാഭ്യാസം വെച്ചു. അപ്പോൾ കെട്ടിടം നിർമ്മിക്കുക, റോഡ് നിർമ്മിക്കുക, പാലം നിർമ്മിക്കുക എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊള്ള. അത് ഈ കൊള്ള യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? കെട്ടിടം പണിയുമ്പോൾ അവർ കുറേ പൈസ മുടക്കുന്നുണ്ട്. ആ പൈസ മുടക്കുന്നതിന് തത്തുല്യമായ ഒരു പൈസ അവർ ലാഭവിഹിതം ചേർത്ത് സർക്കാർ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ കൊള്ളയുടെ എലമെൻറ്റ് എങ്ങനെയാണ് ഇതിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത്? ഇവിടെ ഏത് സ്റ്റേജിൽ നിന്നാണ്? കൊള്ളയുടെ എലിമെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടതല്ല. ഇത് ചോദ്യം ചെയ്യാത്തൊരു ജനതയുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ബിക്കോസ് ദേ വാണ്ട് ദിസ് കൈൻഡ് ഓഫ് എ ഗവൺമെൻറ്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഒരു ജനത അർഹിക്കുന്ന ഭരണകൂടമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന രാഷ്ട്രീയക്കാരും കൊള്ളയടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വരുന്നതല്ല. പക്ഷേ ജനങ്ങൾക്ക് കൊള്ള വേണം. ഉദാഹരണത്തിന് എയ്ഡഡ് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 80 ലക്ഷം രൂപ, 90 ലക്ഷം രൂപ, 1 കോടി രൂപ കൊടുത്താൽ +2 അധ്യാപകനായിട്ട് കിട്ടും. +2 ഏതാണ്ട് 30,000 സീറ്റ് കുറവുള്ളപ്പോഴും അവിടെ അധിക ബാച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കത് വേണം. UPSCക്ക് പോലും 7 മെമ്പർമാരുള്ളപ്പോൾ ഇവിടെ 21 മെമ്പർമാരെ വെച്ചിട്ടാണ് കേരള PSC വെച്ചിരിക്കുന്നത്. ജനങ്ങൾക്കത് വേണം. രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അഫിലിയേഷൻ ഉള്ളവരാണ് നിഷ്പക്ഷമായിട്ട്. അപ്പോൾ ഇത് വിശ്വസിക്കുന്നതും വിഴുങ്ങുന്നതുമായിട്ടുള്ള ഒരു ഓടിക്കോൾ നിഷ്കളങ്ക ജന്മങ്ങൾ. നിഷ്കളങ്കമെന്നൊന്നും പറയില്ല. ബിക്കോസ് അതൊരു ജനത അർഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്, യഥാ രാജ തഥാ പ്രജ അല്ല, യഥാ പ്രജ തഥാ രാജ. പ്രജ എങ്ങനെ ആയിരിക്കും അതനുസരിച്ചിട്ടുള്ളത് കിട്ടത്തുള്ളൂ. ഇപ്പം അഴിമതി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ആദ്യം വിചാരിക്കണം. പിന്നെ ഞാനെന്തിനാ ഈ ടെക്നിക്കുകളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ആ ടെക്നിക്ക് നമ്മൾ അതിനെ ഒരു കുറച്ചുകൂടെ മഹത്വവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊള്ളയടിക്കാൻ തുടങ്ങുന്ന PWDയുടെ ഒരു ഒറ്റ ഉദാഹരണം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1000 ചാക്ക് സിമെൻറ്റ് വേണമെങ്കിൽ 5000 ചാക്കെന്ന് എഴുതും. ദർ ഈസ് ഈവൻ ഇൻ അമേരിക്ക, വൺ ഓഫ് ദ മോസ്റ്റ് കറപ്റ്റ് കൺട്രി, വൺ ഓഫ് ദ മോസ്റ്റ് ഹൂളിഗൻസ് ഉള്ള ഒരു രാജ്യം. ആ രാജ്യത്ത് പോലും ദർ ഈസ് സംതിങ് കോൾഡ് വാല്യൂ എഞ്ചിനീയറിങ്. മിലിറ്ററി പർച്ചേസ് പോകുമ്പോഴും നിങ്ങൾ മുടക്കുന്ന 1 രൂപയ്ക്ക് ഉള്ള വാല്യൂ ഇതിന് കിട്ടുന്നുണ്ടോ എന്ന് ദാറ്റ് ഈസ് ബീയിങ് ചെക്ക്ഡ്. ദർ ആർ ഇൻസ്റ്റൻസസ് വെയർ ഐ ഹാവ് മെൻഷൻഡ് അബൌട്ട് IIT, NIT. അവർ തന്നെ ബൂസ്റ്റഡ് അപ്പ് ആയിട്ടുള്ള എസ്റ്റിമേറ്റാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കുറച്ച് പേർക്ക് പേടിയുണ്ട്, ഞാൻ സിമെൻറ്റ് കുറഞ്ഞു പോയത്. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 1000 ചാക്കിന് പകരം 5000 ചാക്ക് ഇടുമ്പോൾ 4000 ചാക്ക് വെട്ടിച്ചാലും 1000 ചാക്ക് അവിടെ കിട്ടും. ബിൽഡിംഗ് വിൽ ബി സ്ട്രോങ്. ദ പ്രോബ്ലം കംസ് എപ്പോഴാണ്? 4500 ചാക്ക് വെട്ടിക്കുമ്പോഴാണ്. പിന്നെ 500 ചാക്കേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ മതി. കമ്പിയുടെ കാര്യത്തിൽ ഈ വലിയ കോളത്തിനകത്ത് പോയിട്ടുള്ള കമ്പി ഏത് കമ്പിയാണ് പോയേക്കുന്നതെന്ന് നോക്കാനായിട്ട് ആരെങ്കിലും എക്സ്റേ ചെയ്ത് നോക്കുന്നുണ്ടോ? അവിടെ ഇരിക്കുന്ന സൂപ്പർവൈസർ മാത്രം ഒരുത്തൻ വയ്ക്കുന്നുണ്ട്. അവനെ കയ്യിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏത് കമ്പി ഉപയോഗിക്കരുതോ? അങ്ങനെയാണ് ഏത് റോഡ് എടുത്തു കഴിഞ്ഞാലും പൊളിയുന്ന എന്താണ്, ഏത് കെട്ടിടം എടുത്താലും ലീക്ക് ചെയ്യുന്ന എന്താണ്. ഇത് മാറ്റണമെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PWD മന്ത്രിയുടെ രീതിയിൽ പ്രചരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്കീം അദ്ദേഹം നടപ്പിലാക്കി എന്ന രീതിയിൽ പ്രചരിച്ചിരുന്ന ഒന്നാണ് ജനങ്ങൾ കാവൽക്കാരാണ് എന്ന രീതിയിൽ. അതായത് ഇതിൻ്റെ മേൽനോട്ടം കൂടി ഇത്ര നാളത്തേക്ക് മെയിൻ്റനൻസ് കൂടി കോൺട്രാക്ടർക്ക് കൊടുക്കുകയാണ്. അത്തരം സംവിധാനങ്ങളെക്കുറിച്ച് എന്താണ് തോന്നുക? കാരണം അത് അവരുടെ ഉത്തരവാദിത്വം കൂടി ആയിരിക്കുമല്ലോ അത് പരിപാലിക്കുക എന്ന് പറയുന്നത് റോഡുകൾ. ഇവിടെ ദർ ആർ സോ മെനി സ്കീംസ്. ഫോർ എക്സാമ്പിൾ
ഇത് ജനങ്ങൾക്കൂടെ അറിയാൻ വേണ്ടി പറയുകയാണ്. ആനുവിറ്റി സ്കീം തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കാര്യവട്ടത്തെ സ്റ്റേഡിയം 42 കിലോമീറ്റർ TRDCL എന്ന് പറയുന്ന ILFS ചേർന്നിട്ടുള്ളൊരു കമ്പനി ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പൈസ മുടക്കുന്നില്ല. അപ്പോൾ അത് 2 രീതിയിൽ ചെയ്യാം. ഗവൺമെൻറ് പൈസ മുടക്കാതെ നമ്മൾ പറയുന്നു 10 കൊല്ലം കൊണ്ട്, ഉദാഹരണത്തിന് 100 കോടി രൂപയാണ് നമ്മൾ മുടക്കേണ്ടത്. 10 കൊല്ലം 10 കോടി രൂപ കൊടുത്താൽ പോരാ, നാച്ചുറലി 200 കോടിയോ അല്ലെങ്കിൽ 170 കോടി രൂപയോ കൊടുക്കേണ്ടി വരും. പക്ഷേ പലിശ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു 6-7 കൊല്ലം കൊണ്ട് അത് ഇരട്ടിയാകുമ്പോഴത്തേക്കും പിന്നെ ഇൻഫ്ലേഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നോക്കുമ്പോഴത്തേക്ക്, പക്ഷേ എൻ്റെ അഡ്വാൻറ്റേജ് എന്താ, ഈ 100 കോടി ഉണ്ടെങ്കിൽ എനിക്കിതുപോലെ 10 പ്രോജക്റ്റ് തുടങ്ങാം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് കിഫ്ബിക്ക് ഒരു ബദൽ മാതൃക കൂടിയല്ലേ? ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. അപ്പം ദിസ് ഈസ് കോൾഡ് ആനുവിറ്റി സ്കീം. പിന്നെ ചിലതാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ മുടക്കാനായിട്ട് അവരുടെ കാണത്തില്ല, അല്ലെങ്കിൽ അതിനകത്തുള്ള റിട്ടേൺസ് വളരെ, ഇപ്പം ടോള് തന്നെ റിട്ടേൺസ് ഉള്ളത് കൊണ്ട് റോഡ് ആദ്യം നിർമ്മിക്കണമെന്ന് പറഞ്ഞ് വിജയിച്ചില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ഹൈബ്രിഡ് ആനുവിറ്റി. ഹൈബ്രിഡ് ആനുവിറ്റി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയും 40% ഞാനൊരു VGF ആയിട്ട് ഞാൻ തരാം, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായിട്ട് തരാം. അപ്പോൾ ഇവിടെ അതല്ല, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. PWD ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺട്രാക്ടർമാർ തന്നെ ചെയ്യണം. എന്തുകൊണ്ട് ഈ തിരുവനന്തപുരത്തെ 42 കിലോമീറ്റർ റോഡ് എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൊട്ടലുണ്ടായിരുന്നു. അപ്പം ഞാനും പല ഇതിലിരിക്കുന്നുണ്ട്, നിങ്ങളുടെ റോഡ് കിടക്കുന്ന എൻ്റെ ഒരു ആവശ്യമായിരുന്നു, ഞാൻ വിളിച്ചു പറയും നിങ്ങളുടെ ആ റോഡ് അവിടെ കിടക്കുന്നുണ്ട്, ഇതിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, അപ്പം ഞാൻ പൊസിഷനിലിരിക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് കേട്ടേ പറ്റത്തുള്ളൂ. കാര്യവട്ടം സ്റ്റേഡിയം ILFS എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയ 5 പൈസ ഗവൺമെൻറ് മുടക്കിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ 100 കണക്കിന് പ്രോജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ഇത് പോകുന്നതിൻ്റെ കാര്യം എന്താണ്? ഇതാണ് നേരത്തെ പറഞ്ഞത് തന്നെയാണ് എൻ്റെ കാരണം. ഇതിൽ എങ്ങനെയാണ് ഈ കട്ടുകളൊക്കെ ഇങ്ങനെ വിഭജിച്ച് പോകുന്നത്? കാരണം സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 100 കോടി പോകുന്നു, അതിൽ 50 കോടിയെങ്കിലും ലാഭം പ്ലസ് ഈ എന്താ പറയുക വിതരണം ചെയ്യാനുള്ള പൈസയാണ്. ഈ പൈസ ഏതൊക്കെ തട്ടുകളിലേക്കാണ് വിതരണം ചെയ്യപ്പെടുന്നത് പൊതുവെ? അത് പല തട്ടുകളിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കോൺട്രാക്ടറാണ്. ഞാനൊരു നാട്ടും പ്രദേശത്ത് പോയി ഒരു കലുങ്ക് ഉണ്ടാക്കുമെന്ന് വെച്ചു. ആദ്യം അവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിയൻ വന്നിട്ട് പറയും താൻ ചെയ്യുന്നത് ശരിയല്ല, ഈ കലുങ്കിനകത്ത് താൻ സിമെൻറ്റ് ചേർത്തിട്ടില്ല. ഇവൻ ഇനി പോയി വല്ല വിജിലൻസിന് വല്ലതും കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നൂലാമാലകൾ പിടിക്കേണ്ടെന്ന് വെച്ച് ഇവന് കൊടുക്കും. അത് ഒരുത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഉത്സവ കമ്മിറ്റി വരും, ഞങ്ങൾ ഉത്സവം നടത്താൻ പോവുകയാണ്, ഞങ്ങൾക്ക് വേണം. അങ്ങനെ തുടങ്ങി വഴിയെ പോകുന്നവനെല്ലാം കൊടുക്കണം. അപ്പോൾ ഈ കോൺട്രാക്ടർ, ഇതൊക്കെ അറിയാവുന്ന ഒരു കോൺട്രാക്ടർ ഇതെല്ലാം ഫാക്ടറിങ് ചെയ്തിട്ടല്ലേ വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് പൈസയ്ക്ക് വരുന്നുണ്ടെങ്കിൽ പറയും KFC കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു, അപ്പം 15% 10% അങ്ങ് പോകും, ബില്ല് ഡിസ്കൗണ്ട് ചെയ്തെടുത്തോളന്ന്. അത് തന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഫാക്ടറിങ് ചെയ്യുന്നത്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദർ ഈസ് സംതിങ് കോൾഡ് FIDIC കോൺട്രാക്ട്, FIDIC കോൺട്രാക്ട്. ലോകത്തെമ്പാടും FIDIC കോൺട്രാക്റ്റാണ്. വേർ ദർ ഈസ് എ ലെവൽ പ്ലേയിങ്. നമ്മൾ ഇത്ര രൂപ ഇത്രാം തീയതി കൊടുക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം കൊടുത്തില്ലെങ്കിൽ ഗവൺമെൻറ് ഫൈനുണ്ട്. അപ്പം വേൾഡ് ബാങ്കിൻ്റെ പല കോൺട്രാക്റ്റുകളും FIDIC കോൺട്രാക്റ്റുകളും ഉണ്ട്. അത് കേരളത്തിൽ നടപ്പിലാക്കാവുന്നതാണോ? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വേൾഡ് ബാങ്കിൻ്റെ ADBയുടെ അതൊക്കെ FIDIC കോൺട്രാക്റ്റാണ്. ശരി. ഈ PWDയിൽ സാറ് സെക്രട്ടറി ആയിട്ട് വരുന്നുണ്ട്, പക്ഷെ അന്ന് ഒരു ചെറിയ എതിർപ്പിൻ്റെ ഒരു കാലഘട്ടമാണ്. എന്തുകൊണ്ടാണ് ഒരു ആകെ 90-91 ദിവസം മാത്രമായിരുന്നു PWD സെക്രട്ടറി സ്ഥാനത്തേക്ക് നിന്നുള്ളൂ? എന്താണ് ഈ ചുരുങ്ങിയ കാലയളവിലെ കാരണം? അത് ഒരു വലിയ ക്യാഷ് കൗ അല്ലേ, PWD എന്ന് പറയുന്നൊരു വലിയ ക്യാഷ് കൗ ആണ്. അപ്പോൾ അതിനകത്ത് സ്പെഷ്യൽ സെക്രട്ടറി അത് G. സുധാകരൻ എന്ന് പറയുന്ന അങ്ങേര് അഴിമതിക്കാരനല്ല, ഞാൻ എല്ലാ വേദികളിലും പറയും. പുള്ളിയാണ് എന്നെ പുറത്താക്കി, എന്നിട്ടും ഞാൻ പറയും. അപ്പോൾ അദ്ദേഹം ആണെന്നുകൊണ്ട് എന്നെ എലിവേറ്റ് ചെയ്ത് സെക്രട്ടറിയുടെ ചാർജ് വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും നെറ്റിച്ചുടിച്ചു. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നലെ വന്ന ഒരു ഡെപ്യൂട്ടി കളക്ടറായിട്ട് വന്ന ഒരു സ്റ്റേറ്റ് സർവീസുകാരനെ കൊണ്ടുവന്ന് തന്നെ ശരിയല്ലെന്ന് എനിക്ക് പലരുടെയും ആറ്റിറ്റ്യൂഡിൽ നിന്ന്, അതായത് എനിക്ക് ഓരോ മീറ്റിങ്ങുകളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്കതിന് കോമ്പിറ്റൻസ് ഇല്ലെന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ചില ആൾക്കാരുടെയൊക്കെ ശ്രമം കണ്ടു കഴിഞ്ഞപ്പം തന്നെ തോന്നി. പിന്നെ രണ്ടെന്ന് പറയുന്നത്, ഞാൻ അവിടെ ഇരുന്ന് പോയേനെ, പക്ഷേ എനിക്കും എൻ്റെ ഭാഗത്ത് ഞാൻ അതിനകത്ത് വളരെ അഡ്മിറ്റ് ചെയ്ത് പറയുന്നുണ്ട്, എൻ്റെ ഭാഗത്തും ചില കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നത് മിനിസ്റ്ററുമായിട്ടാണെന്നുണ്ട് ചർച്ച ചെയ്തില്ല. അപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ മന്ത്രിയുടെ ഓഫീസിൽ പോയി അവിടെ പോയി ഞാൻ കണ്ടിട്ടുണ്ട് പല IAS ഉദ്യോഗസ്ഥർ പോലും മന്ത്രിയുടെ PS-ൻ്റെ ഞാൻ മന്ത്രിയുടെ PS-ൻ്റെ മുറിയിലൊന്നും പോയിരിക്കത്തില്ല. ഞാൻ മന്ത്രിയെ കാണും,
അത്രയേ ഉള്ളൂ. ഈ മന്ത്രി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വെയിറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ പോകും, അല്ലെങ്കിൽ മന്ത്രിയുടെ മുറിയിലേക്ക് ഞാൻ പോകാറുള്ളൂ. അതിൻ്റെ ആവശ്യമേ എനിക്കുള്ളൂ. അല്ലാതെ അവിടെ ഇരിക്കുന്നവരെല്ലാവരെയും മണിയടിച്ചിട്ട് എനിക്കൊന്നും നേടേണ്ട കാര്യമില്ല. മന്ത്രിയുടെ PS-ൻ്റെ മുറിയിൽ പോയിരുന്നു ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അതിനുവേണ്ടിയൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം വളരെ സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാനും ഒരു ഏണസ്റ്റായിട്ട് ഇത് നന്നാകണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു ആളാണ്. ഉദാഹരണത്തിന് നിങ്ങൾ അതിൻ്റെ ഒരു തമാശ നോക്കിയാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾസാണ് ഞാൻ പറയുന്നത്. കഴക്കൂട്ടം തൊട്ട് അടൂർ വരെ സേഫ്റ്റി കോറിഡോർ എന്ന് പറഞ്ഞ് ആണ് അതിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. MC റോഡിലെ MC റോഡിൻ്റെ കുറച്ച് ഭാഗമാണ് അത്. വെഞ്ഞാറമൂട് എത്തുമ്പോഴും കണ്ടല്ലേ MC റോഡാകുന്നുണ്ട്. അപ്പം സേഫ്റ്റി കോറിഡോറാണ്. കേരളീയർ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വരയൊക്കെ കണ്ടത് ഈ സേഫ്റ്റി കോറിഡോറാണ്. അപ്പോൾ ഞാൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ സ്നേഹമായിട്ടും അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടും അവരിൽ നിന്ന് ഐഡിയാസ് ഊറ്റിയെടുത്തിട്ടാണ് ഞാൻ പല പ്രോജക്റ്റുകളും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് നല്ലൊരു റിലേഷനാണ്. പിന്നെ തന്നെയല്ല, എനിക്ക് അധികാരം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തലയിൽ കയറിയിട്ടുമില്ല. എൻ്റെ അച്ഛൻ വലിയ മന്ത്രിയായിരുന്നു. അവസരം മരിക്കാൻ നേരത്താണെന്നുണ്ടെങ്കിൽ 10 രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്നതും ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അധികാരം തലയിൽ കയറിയതുകൊണ്ട് എല്ലാ ഉദ്ദേശം. അപ്പോൾ ആ ചീഫ് എഞ്ചിനീയർ ഞാൻ വിളിച്ചു. അതെന്താണ് ഇങ്ങനെ നിങ്ങൾ സേഫ്റ്റി അതെന്ന് പറഞ്ഞ് ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആക്സിഡൻറ്റ് കുറയും. അപ്പോൾ ഞാനൊരു മീറ്റിംഗ് വിളിച്ചു. അപ്പം ഞാൻ നേരത്തെ സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ എത്ര ആക്സിഡൻറ്റ്, ഇത് കഴിയുമ്പോൾ എത്ര ആക്സിഡൻറ്റ് കുറയും. അങ്ങനെയാണല്ലോ എൻ്റെ ഒരു ലക്ഷ്യം. നമ്മളൊരു പ്രോജക്റ്റും അതും 170 കോടി രൂപയും കണ്ടാന്ന് തോന്നുന്നു. അത്രയും കോടി രൂപ മുടക്കുമ്പം അതിനൊരു റിസൾട്ട് ഉണ്ടാവണമല്ലോ. അല്ലെങ്കിൽ കുഴപ്പമില്ല, റോഡങ്ങ് നിർമ്മിച്ചാൽ മതി. സേഫ്റ്റി കോറിഡോർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നാച്ചുറലി ഇറ്റ് വാസ് ലൈക്ക് ക്യൂറിയസ് ഫോർ മീ. അപ്പം മീറ്റിംഗ് വിളിച്ച് എന്നെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, എവിടെയെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ, എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് നിങ്ങൾ എസ്പെഷ്യലി ഓൺ ദ റോഡ് ഫർണിച്ചർ, സിഗ്നൽസ്, ജംഗ്ഷൻ വൈഡനിങ്, ഇതിനകത്തൊക്കെ നിങ്ങൾ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ്സാണ് വരുന്നത്? ഇല്ല സർ, അത് ഞങ്ങൾ പഠിത്തം അതിൻ്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുക. ആരാ ചെയ്യുന്നത്? ഓസ്ട്രേലിയയിലുള്ള ഒരു കമ്പനിയാണ്, വിക് റോഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. എത്ര രൂപ നിങ്ങൾ കൊടുത്തേക്കുന്നത്? 22 കോടി രൂപയാണ് നിങ്ങൾ കൊടുത്തേക്കുന്നത്. മനസ്സിലാക്കണം, 170 കോടി രൂപയ്ക്ക് 22. എന്നിട്ട് ഇത് 100 ദിവസത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞ് 2021 മന്ത്രിസഭയിൽ അതപ്പോൾ ഈ മന്ത്രിയെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ, ഉദ്ഘാടനം ചെയ്ത് പണിയും തുടങ്ങി. അപ്പോൾ ഇവരുടെ ഒരു എഞ്ചിനീയറുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ടെന്യൂറിൽ ഇത് തുടങ്ങണം, എനിക്ക് കോൺട്രാക്ടറെ സെലക്ട് ചെയ്യണം, എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് കൈയിട്ട് പാരണം, അതാണ് കാര്യം. അതുകൊണ്ട് വിക് റോഡ്സിൻ്റെ സ്റ്റഡിയൊന്നും കഴിഞ്ഞ് അല്ല 5 കൊല്ലം ഉള്ളൊരു ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് ഒരു 6 മാസം ഒന്ന് വെയിറ്റ് ചെയ്തത്? അപ്പോൾ ഇഫ് ദ ഇൻറ്റൻഷൻ ഈസ് ടു എന്നിട്ട് ഞാൻ തന്നെ ഒരു വിവരാശം കൊടുത്തു. ഇതാരാണ് ഇതിൻ്റെ സ്റ്റഡി നടത്തിയെന്ന് പറഞ്ഞ് നാറ്റ്പാക്കാണ്, അവർക്ക് 80 ലക്ഷം രൂപ കൊടുത്തുന്നു. മനസ്സിലായില്ലേ? എന്നിട്ടാണ് ഈ റോഡ് എത്രയോ നിർമ്മിച്ചതിന് ശേഷമാണ് പിന്നാണ് ജംഗ്ഷൻ വൈഡനിങ്ങും ഒക്കെ ആണെന്നുണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ നിർത്തി വയ്ക്കാം, നമുക്ക് ഐ വിൽ സെൻഡ് ദ ഫയൽ, ഐ വിൽ സ്പീക്ക് ടു ദ മിനിസ്റ്റർ എന്ന് പറഞ്ഞു. അത് പുള്ളി പറഞ്ഞു, അതെല്ലാം നമ്മളിപ്പം 100 ദിവസത്തെ പരിപാടിയായിട്ട് ഉദ്ഘാടനം ചെയ്തു പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മിനിസ്റ്റർ പറഞ്ഞു. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിത് ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹം അറിയുന്നുണ്ട് ഇതിൻ്റെ പേര് സേഫ്റ്റി കോറിഡോറാണ്, അദ്ദേഹം അറിഞ്ഞു കാണുമെന്ന് തന്നെ വിചാരിക്കുന്നത്. രണ്ടാമത് വൈറ്റില, അങ്ങനെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. വൈറ്റിലയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു സീ ദ 3D മൂവിങ് 3D ഓഫ് ദാറ്റ് അലൂമിനയിലും മറ്റൊക്കെ ചെയ്തിട്ടുള്ള മൂവിങ് 3D കാണുന്നത് എങ്ങനെയാണ് നിങ്ങൾ ട്രാഫിക് മാനേജ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വൈറ്റിലൊരു പാലമുണ്ട്. എനിക്കറിയാം, ഞാൻ സ്ഥിരമായിട്ട് തിരുവനന്തപുരം പോലെ സ്ഥിരമായിട്ട് എറണാകുളത്ത് പോകുന്നവരാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു വണ്ടി വന്നിട്ട് തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇനി സിഗ്നൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാൻ പാടില്ല സഹോദരൻ അയ്യപ്പൻ റോഡിലെ ട്രാഫിക് എന്തുമാത്രം. ബിക്കോസ് ഞാൻ എപ്പോഴും കാണുന്നതാണ്, ആ റോഡ് വൈഡൻ ചെയ്യുന്നതിന് മുമ്പും മെട്രോ വരുന്നതിന് മുമ്പും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഐ സജസ്റ്റ് ദാറ്റ് യു ബെറ്റർ ഗിവ് ഒരു അണ്ടർപാസ് കൊടുക്കും വൈറ്റിലയിൽ. ആ തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് അണ്ടർപാസിലൂടെ പോകാം. മറ്റേ നേരെ പോകേണ്ടവർ 2-3 സൈഡ് റോഡ്സ് ഉണ്ട്, അവിടോട്ട് പോകേണ്ടവർ മേളിൽ കൂടെ തന്നെ പോകും, ഇടത്തോട്ട് തിരിയേണ്ടവർ പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് നിർത്തി വയ്ക്കുക. ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നത് മേ ബി വിട്ടുപോയി കാണും. അപ്പോൾ അദ്ദേഹം അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, അദ്ദേഹം ചോദിച്ചു, നിങ്ങളൊരു കെമിക്കൽ എഞ്ചിനീയർ അല്ലേ, നിങ്ങളെന്ത് സിവിൽ എഞ്ചിനീയർ പണി ചെയ്യാൻ പോകുന്നത്? അത് ഇങ്ങനെ ഓരോന്നിനും നിങ്ങളിങ്ങനെ ഉടക്കുണ്ടാക്കിയാൽ എന്താ? അപ്പം ഞാനൊരു ഉടക്കുകാരനാണെന്ന് അദ്ദേഹം ധരിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരു ചീഫ് എഞ്ചിനീയറുടെ അടുത്ത് ചോദിച്ചെന്നെ പറഞ്ഞു, സാറ് വലിയൊരു അഴിമതിക്കാരനാണെന്നാണ് മന്ത്രിയുടെ അടുത്ത് എല്ലാവരും കൂടെ പോയി പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇനി ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അപ്പം നമ്മൾ അഴിമതിക്കാരനല്ല എന്ന് എങ്ങനെ തെളിയിക്കുന്നത്? അഴിമതിക്കാരനാണെന്ന് തെളിയിക്കാൻ എളുപ്പമാണ്. ആരെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിജിലൻസ് പിടിക്കുന്ന അഴിമതിക്കാരൻ അല്ലാഞ്ഞിട്ട് പോലും ഞാൻ എത്ര വിജിലൻസ് കേസ് ഫേസ് ചെയ്തിട്ടുള്ളത്. മേ ബി ആ ഇമ്പ്രഷനായിരിക്കും അദ്ദേഹത്തിനുണ്ടാകും. എനിവേ
ദ ഇൻസിഡൻറ്റ് വിച്ച് ഹാപ്പൻഡ് ഫോർ മൈ ഇമ്മീഡിയറ്റ് റിമൂവൽ വാസ് ഒരു റോക്ക് ബ്ലാസ്റ്റിംഗ് കേസ് ഞാൻ ഈ ബുക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ചീഫ് എഞ്ചിനീയർ മാത്രം 65 കോടി രൂപ കരാറുകാരന് എങ്ങനെ കൂടുതലായിട്ട് പൈസ കൊടുത്തെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് റോക്ക് ബ്ലാസ്റ്റിംഗ് അങ്ങനെ. അപ്പം ഞാനീക്കറിയാം ഈ അഴിമതിയെ തൊട്ട് കഴിഞ്ഞാൽ ഈ അശോക് കുമാർ കെംക എന്ന് പറഞ്ഞ ഒരാൾ ഹരിയാനയിലുണ്ട്. അങ്ങനെ 56 തവണ അയാൾക്ക് 35 കൊല്ലത്തിനുള്ളിൽ 36 കൊല്ലത്തിനുള്ളിൽ 56. നമ്മൾ ഈ ട്രാൻസ്ഫർ വാങ്ങിക്കാൻ അന്ന് ഇരിക്കുന്നത്. ഇവിടെ പ്രശാന്ത് വന്നു, അദ്ദേഹം ഗവൺമെൻറ്റിനെതിരായിട്ട് പറഞ്ഞു 1.5 കൊല്ലം വെളിയിൽ നിന്നു. നമുക്ക് കിട്ടുന്ന 1.5 കൊല്ലം കഴിയുന്ന ശമ്പളം എല്ലാം കിട്ടും. ഈ 1.5 കൊല്ലം നമുക്ക് വെളിയിൽ നിൽക്കാനാണ് നമ്മൾ സർവീസ് ചെയ്യുക. അപ്പോൾ ഈ സിസ്റ്റം ഒന്നും നമ്മളെപ്പോലുള്ള ഒരാൾ വിചാരിച്ചാൽ മാറ്റത്തില്ല. ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഏത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ വിവേചന അധികാരം തരണേ ദൈവമേ എന്നാണ് അതിനകത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ വിചാരിച്ചൊന്നും അഴിമതി നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ കഴിയുന്ന ഒഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ ചീഫ് എഞ്ചിനീയറിൻ്റെ ഈ അഴിമതിയുടെ ഇത് ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ് എങ്ങാണ്ട് അതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്തു. ഇത്രയും വലിയ, അതായത് 1850 മീറ്റർ ക്യൂബ് റോക്ക് ബ്ലാസ്റ്റിങ് ഇവർ ബൂസ്റ്റപ്പ് ചെയ്തിട്ട്, അതായത് 25% വീതം വെച്ച് കൂട്ടാനായിട്ട് പ്രോജക്റ്റ് ഡയറക്ടർക്ക് അനുവാദമുണ്ട്. അങ്ങനെ കൂട്ടി 1,80,000 മീറ്റർ ക്യൂബ് ആക്കി. ഒന്ന് ആലോചിച്ച് നോക്കുക. എവിടുന്ന് തുടങ്ങിയത്? 1850. അതിന് 25% കൂട്ടിയപ്പോൾ 2,300 2,300 എന്ന് വെച്ചാൽ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള എഞ്ചിനീയർക്ക് അറിയാം ഇതിനകത്ത് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി ഉണ്ട്. അതനുസരിച്ച് ഇതിനകത്ത് അഗ്രിഗേറ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ മൊത്തത്തിലുള്ളത് കോട്ട് ചെയ്തിട്ടുള്ള ആളിന് L1 ആണ്. അയാൾ അതിൻ്റെ 232 കോടി രൂപയാണ് കോട്ട് ചെയ്തത്. പക്ഷേ അയാൾ ഈ ഐറ്റത്തിന് മാത്രം 6,000 രൂപ പെർ ക്യൂബിക് മീറ്റർ കോട്ട് ചെയ്തു. അതിന് താഴെയുള്ള 3 പേരും 1,400, 1,000, 800, 700 എങ്ങാണ്ടായിട്ടാണ് കോട്ട് ചെയ്തത്. അതിനകത്ത് ഫിഗേഴ്സ് ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ അതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇത് കൂട്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 6,000 വെച്ചാൽ. എന്നാൽ നമ്മുടെ സാധാരണഗതിയിൽ ചെയ്യേണ്ട എന്താണ്? ഒരാൾ 1,400 കോട്ട് ചെയ്തിരിക്കുന്നത്, താൻ 1,400 രൂപ അവിടെ വെച്ച് പണി ചെയ്യുമെന്ന് പറയണത്. അതില്ല, ഈ 6,000 വെച്ച് കൂട്ടി. അപ്പം പിന്നെ ഫിനാൻസ് ഒബ്ജക്റ്റ് ചെയ്താണ് അത് 4,815 രൂപയായിട്ട് കുറയ്ക്കുകയോ മറ്റോ ചെയ്തു. എനിവേ അത് 1,30,000 വെച്ചാൽ സെറ്റിൽ ചെയ്ത്. അപ്പോൾ എനിക്കറിയാം ഇത് അഴിമതിയാണെന്നറിയാം. ഇത് ഫിനാൻസ് ഇൻസ്പെക്ഷൻ ഒരു റിപ്പോർട്ട് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം ചോദിച്ചു. എനിക്കറിയാം ഇതൊക്കെ ഒരു തൊട്ട പ്രശ്നമാണെന്ന് എനിക്കറിയാം. അവസാനം നിവർത്തിയില്ലാതായി കഴിഞ്ഞപ്പോൾ എന്നെയും കൂടെ ചിലപ്പോൾ ഇതിനകത്ത് ഞാൻ അഴിമതിക്ക് കൂട്ടി നിൽക്കുന്നു എന്നുള്ളൊരു ലെവൽ വരുമെന്ന് പറഞ്ഞപ്പം ഞാൻ പോയി KSTPയുടെ ഓഫീസിൽ പോയി ഈ ഫയലൊന്ന് പരിശോധിച്ചു. 2-3 ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അടുത്ത മന്ത്രിസഭയിൽ എന്നെ മാറ്റി. അങ്ങനെയാണ് 91 ദിവസം കൊണ്ട് മാറിയത്. അതിനുശേഷം ഞാൻ പാഠം പഠിച്ചു, 2 പാഠം പഠിച്ചു. ഒന്ന്, മന്ത്രിമാരുമായിട്ട് എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസിലെടുത്ത് വേണം പോകാൻ. 2 പറഞ്ഞാൽ അഴിമതി ഉണ്ടെങ്കിൽ ദൂരെ അന്നേരം ലീവ് എടുത്ത് വീട്ടിൽ പോയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ആ ഫയലൊക്കെ പോയി ചെയ്യേണ്ടവരൊക്കെ ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് വേണമെന്നുണ്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണമെന്നുണ്ട് വരാം. ഈ പൊതുവെ പെട്ടെന്ന് ബിജു പ്രഭാകർ എന്നൊരു പേര് പൊതുജനം കേൾക്കുമ്പോൾ രണ്ട് സ്ഥാപനങ്ങളിലാണ്. സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഒരു സമയത്ത്, ഓപ്പറേഷൻ അനന്ത. ആ ഓപ്പറേഷൻ അനന്ത തിരുവനന്തപുരത്തിൻ്റെ വെള്ളക്കെട്ടിന് ഒരു വലിയ ശാശ്വത പരിഹാരം കൊണ്ടുവരും എന്ന പ്രതീക്ഷയോടുകൂടി തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുത്ത പ്രോജക്റ്റ്. 2 KSRTCയുടെ MD എന്ന നിലയ്ക്ക് ഇതിനെ നന്നാക്കിയേക്കാം എന്നൊരു പ്രതീതി ആ സമയം നമുക്കെല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ ഓപ്പറേഷൻ അനന്തയിലേക്ക് വേണമെങ്കിലൊന്നും വരാം. കാരണം തിരുവനന്തപുരത്ത് ഇരിക്കുന്നതുകൊണ്ട് പലർക്കും അതിലൊരു കൗതുകമുണ്ട്. എൻ്റെയൊക്കെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ ആയിരുന്നു. അപ്പം നമ്മളിത് കണ്ടിട്ടുണ്ട്. സ്ഥിരം തമ്പാനൂരിൽ എവിടെ മഴ പെയ്താലും അപ്പം തന്നെ വെള്ളം പൊങ്ങി എല്ലാവരും ഈ മുട്ട് വരെ മിനിമം ആണ്, അതിൻ്റെ മുകളിലോട്ടാണ് എപ്പോഴും വെള്ളം ഉണ്ടാവുക. അപ്പോൾ എന്തായിരുന്നു ഓപ്പറേഷൻ അനന്തയിലേക്ക് പോകാനുള്ള പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു? ഞാൻ കളക്ടറായിട്ട് വരുമ്പം തന്നെ ഞാൻ ആദ്യം തന്നെ എന്നെ പല ജില്ലയിലേക്കും കളക്ടറായിട്ട് പ്രപ്പോസ് ചെയ്തു. ആലപ്പുഴ ജില്ല എൻ്റെ സ്വന്തം ജില്ല, തൃശ്ശൂർ ഓർ വയനാട്, ഐ ഡോണ്ട് റിമെമ്പർ. ആൻഡ് 2011 അന്നത്തെ UDF ഗവൺമെൻറ് തന്നെ എന്നെ പണിഷ്മെൻറ്റ് പോലെ ഇടുക്കിയിലേക്ക് കളക്ടറായിട്ട് പോസ്റ്റ് ചെയ്തു. അത് വേറെ ബാക്ക്ഗ്രൗണ്ട് അതിനകത്ത് ഞാൻ പറയുന്നുമുണ്ട്. അത് വേറെ ആ കാരുണ്യ ഫാർമസിയൊക്കെ തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഇഷ്യൂലാണ്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് കളക്ടറാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ കളക്ടറായിട്ട് മതി. ഞാൻ തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും തിരുവനന്തപുരത്ത് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സും പറഞ്ഞു. ബിക്കോസ് ഞാൻ ഇപ്പോൾ ഇന്ന് റിട്ടയർ ചെയ്യുമ്പോഴും ഞാൻ താമസിക്കാൻ പോകുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തിനേക്കാളും എനിക്ക് വേറെ കംഫർട്ടബിളായിട്ട് വേറെ അടുത്ത് പോകാനായിട്ട് എറണാകുളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കൊതുകടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് എറണാകുളത്തൊരു ഫ്ലാറ്റുണ്ട്, പക്ഷേ കൊതുകടി പോലും നിൽക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മുടെ പ്രശ്നമാണ്, ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറാണ്. കോഴിക്കോട് അത്ര പരിചയമില്ല. പക്ഷേ എന്നാലും കേരളം ഒരു 1996 തൊട്ട് കേരളത്തിൻ്റെ ഓരോ മുക്കും മൂലയും ഞാൻ പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ളതാണ്. തിരുവനന്തപുരം ഈ പ്രശ്നങ്ങളൊക്കെ
അജയ് കണ്ടതുപോലുള്ള പ്രശ്നങ്ങൾ ഞാനും കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കട്ടെ, ഈ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നെപ്പോളിയൻ്റെ വാക്കുകളാണ്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് എല്ലാം പോസിബിളായിട്ടുണ്ട്, അതല്ലാത്തൊരു കാര്യമില്ല. എവിടെയും എന്തിനും പോസിബിളായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്. യു സ്റ്റഡീഡ് എഞ്ചിനീയറിംഗ്, ഐ സ്റ്റഡീഡ് എഞ്ചിനീയറിംഗ്. എൻ്റെ യു സ്റ്റഡീഡ് സിവിൽ എഞ്ചിനീയറിംഗ് ആസാണ് കമ്പ്യൂട്ടർ സയൻസ്. സിവിൽ എഞ്ചിനീയറിംഗിലും ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്. അപ്പം ഞാൻ പഠിച്ചിട്ടുള്ള ചുരുക്കം ചില തറവായിട്ട് പഠിച്ചിട്ടുള്ള ചുരുക്കം ചില എഞ്ചിനീയറിങ്ങിലുള്ള ഒന്നാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നുള്ള സബ്ജക്റ്റ്. പിന്നെ അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ വാട്ട് ഈസ് എ റിയൽ റീസൺ? പല റീസൺസ് പറയുന്നുണ്ട്. അപ്പോഴാ കളക്ടറായിട്ട് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ രാത്രിയിലും ഒക്കെ ആണെന്നുണ്ട് വണ്ടിയുണ്ട്, ഡ്രൈവറും ഉണ്ട്, 24 hours കളക്ടറിന് വണ്ടിയുണ്ട്. അപ്പോൾ മഴ പെയ്ത് എൻ്റെ രാത്രിയിൽ ഉണർന്നു കഴിഞ്ഞാൽ അന്നേരം ഞാൻ വിളിക്കും, ഡ്രൈവറെ വിളിച്ച് ഞാൻ നിങ്ങൾ പോകും. അങ്ങനെയാണ് ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടുപിടിച്ചിരിപ്പുണ്ട്. എനിക്കറിയാം, നോക്കിയപ്പോൾ ഒത്തിരി പേര്, വളരെയധികം ആൾക്കാർ എൻക്രോച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ കളക്ടർ ടെന്യൂർ, നേരത്തെ PWDയുടെ കാര്യം പറഞ്ഞതുപോലെ, അപ്പം PWDക്ക് മുമ്പാണ് ഇത് സംഭവം. അതിനുള്ളൊരു വിവേചന ബുദ്ധി ഉള്ളതുകൊണ്ട് ഈ വലിയ പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ കയ്യേറിയിരിക്കുന്നത് തൊട്ട് കഴിഞ്ഞാൽ എന്നെ തെറിപ്പിക്കുമെന്ന് എനിക്കറിയാം. ഐ വാസ് ലുക്കിംഗ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദാറ്റ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള, കാരണം 2011 മുഖ്യമന്ത്രി തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് കാരുണ്യ ഫാർമസി തുടങ്ങുക. അങ്ങനെ ഞാൻ കളക്ടറായിട്ട്, അല്ലെങ്കിൽ 2011 പോകാനിരുന്ന ഞാൻ, രാജീവ് സദാനന്ദനായിരുന്നു അന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് ഒരു ഐഡിയ ഉണ്ട്, താൻ നിൽക്കുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി. അത് വലിയൊരു വിജയമാക്കി കഴിഞ്ഞപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു ടീം വന്നു. അവർ വന്നപ്പം ഞാൻ വിചാരിച്ചു മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞതല്ലേ, എന്നെ മാറ്റത്തില്ലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുക്കി കളക്ടറായിട്ട് വന്നു. ഞാൻ ലീവ് എടുത്ത് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ പിന്നെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് ഈ ഓപ്പറേഷൻ അനന്ത വരുമ്പോഴും നമുക്ക് ഈ പേടി തന്നെയാണ്. അതിന് ശേഷമാണ് വരുന്നത്. ഓപ്പറേഷൻ അനന്തയിൽ വരുന്ന സമയത്ത് ഈ എൻക്രോച്ച്മെൻറ്റ്സ് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് വരത്തില്ല, നമ്മൾ കൂട്ടിയാൽ കൂടത്തില്ല എന്നുള്ളത് അറിയാം. അപ്പോഴങ്ങനെ ഇരിക്കുന്നുണ്ടെയാണ് ശ്രീ ജി തോംസൺ ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ അറിയാം, നേരത്തെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അറിയാം. വളരെ ഡൈനാമിക്കാണ്, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാനുള്ള കാരണം, ഒരു മഴ ഉണ്ടായി 2015 ഏപ്രിലിൽ ഒരു മഴ ഉണ്ടായി. അതിനെപ്പറ്റി വളരെ മോശമായിട്ട് മനോരമ മെട്രോയിൽ ഒരാൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഐപാഡിനകത്ത് ഇത് സ്കാൻ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കാണിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരാൾ വിളിച്ചിരുന്നു, മേ ബി ഇയാൾ തന്നെ ആയിരിക്കും, എഴുതിയ ആൾ തന്നെ ആയിരിക്കും, ഇതിനെന്താ പരിഹാരം? ഞാൻ പറഞ്ഞു, സാർ എൻ്റെ കൂടെ നടക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എൻ്റെ പരിഹാരം പറഞ്ഞുതരാമെന്ന്. ആൻഡ് വി വോക്ക് ഫ്രം ബേക്കറി ജംഗ്ഷൻ അപ് ടു കണ്ണമ്മൂല. എത്ര കിലോമീറ്ററാണെന്ന് ആലോചിക്കണം. ഒരു ചീഫ് സെക്രട്ടറി അങ്ങനെ എൻ്റെ കൂടെ വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ വരാനായിട്ട് മെനക്കെടാറില്ല. ഒരു സെക്രട്ടറി പോലും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്ന സെക്രട്ടറിമാർ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അപ്പം ഞാൻ വളരെ ക്ലിയറായിട്ട് കാണിച്ചു എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. കംപ്ലീറ്റ് പൈപ്പ് ലൈൻസാണ് ഈ ഓരോ ഓടയ്ക്കകത്തൂടെയും പോകുന്നത്. ഈ ഓട നിർമ്മിക്കൽ എന്ന് പറയുന്നൊരു നേർച്ചയാണ്, അല്ലാതെ ഇത് സ്റ്റഡീഡൊന്നുമല്ല. ഒരു റോഡിൽ അതിൻ്റെ കോണ്ടൂർ എടുത്തിട്ട് വേണം ടാർ ചെയ്യാൻ. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിനൊരു 4 ഇഞ്ച് ടാർ ചെയ്യണം, അല്ലെങ്കിൽ 3 ഇഞ്ച് ടാർ ചെയ്യണം, 2 ഇഞ്ച് ടാർ ചെയ്യണമെന്ന് പറയുന്നതല്ലാതെ ആ കിടക്കുന്ന കിടപ്പിൽ നിൽക്കുക. അപ്പം ഒരു ഭാഗത്ത് വെള്ളം കെട്ടുന്നൊരു സ്ഥലമുണ്ടാകും, അവിടുന്ന് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകണമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരു ഉദാഹരണം പറയാം. ഈസ്റ്റ് ഫോർട്ടിലെ വെള്ളം ചെന്ന് വീഴുന്ന ഗണപതി കോവിലിൻ്റെ ഫ്രണ്ടിലുള്ള ഓടാന്ന് പറയുന്ന കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെയാണ്. അത് കഷ്ടിച്ചൊരു 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ കാണുമായിരിക്കും. അത് ചെന്ന് വീഴുന്ന ഓടാന്ന് പറയുന്ന KSUDPയുടെയാണ്. അത് ഒറിജിനലി 3.25 മീറ്റർ ഉണ്ടായിരുന്നു. ഈ 40 സെൻറ്റിമീറ്ററിനകത്ത് പോകേണ്ട വെള്ളം 3.25. അത് ചെന്ന് കയറുന്നത് പത്മതീർത്ഥ കുളത്തിൻ്റെ അടുത്ത്, അഭയാനന്ദാശ്രമത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പത്മതീർത്ഥ കുളത്തിൻ്റെ അവിടെയുള്ള PWD ഓടയിലാണ്. അത് അഗെയിൻ 40 സെൻറ്റിമീറ്റർ, 40 മീറ്റർ അല്ല 40 സെൻറ്റിമീറ്ററാണ്. അത് അഗെയിൻ 40 സെൻറ്റിമീറ്റർ. അപ്പം 3.25 മീറ്ററിൻ്റെ ഓട കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇത് വീഴുന്നതെന്ന് പറഞ്ഞാൽ തെക്കിനിക്കര കനാലാണ്. അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 4 മീറ്ററാണ്. 4 മീറ്റർ ഡെപ്തും ഉണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഏജൻസി എവിടെയെങ്കിലും ക്ലീൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഈ 4ഇടത്തും ഒരേപോലെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഞങ്ങളിങ്ങനെ പല ഏജൻസികളെ എല്ലാം കൂടെ ഏകോപിപ്പിച്ചിട്ട് ഒരൊറ്റ രീതിയിൽ, അതിനും പലയിടത്തും 3 മീറ്ററെങ്കിലും 3.25 മീറ്ററെങ്കിലും വീതി വേണമെന്നുള്ള രീതിയിലാണ്. 2.5 മീറ്റർ ചിലയിടത്തൊക്കെ കിട്ടിയിട്ടുള്ളൂ, 1.5 മീറ്റർ കിട്ടിയിട്ട് ഉള്ള സ്ഥലങ്ങളുമുണ്ട്.
അപ്പോൾ ഇത് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകോപിപ്പിക്കണം. അങ്ങനെ ഒരു ഐഡിയ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രിസഭയിൽ അത് കാണിക്കുകയും മന്ത്രിസഭ അതിന് അനുമതി കൊടുക്കുകയും ഞാൻ പറഞ്ഞു എന്നെ മാറ്റത്തില്ലല്ലോ, മാറ്റത്തില്ല എന്നാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നിട്ട് പോലും മാറ്റാൻ ശ്രമിച്ച ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഞാൻ ആ ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഇത് ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് ചെന്ന് ഇടിച്ചു നിന്നു എന്ന രീതിയിലാണ് അന്നത്തെ ഓപ്പറേഷൻ അനന്തയെക്കുറിച്ചുള്ള ഒരു വാർത്തകൾ പൊതുവേ ഉള്ളത്. ഒരു പ്രത്യേക എൻക്രോച്ച്മെൻറ്റിൽ അവിടെ ചെന്നപ്പോഴേക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവിടെ എന്തെങ്കിലും നിസ്സഹായ അവസ്ഥ തോന്നി? നിസ്സഹായാവസ്ഥയല്ല, ദാറ്റ് വാസ് അൺവാറൻറ്റഡ്. മനസ്സിലായില്ലേ? ആ വ്യവസായി കോടതി ചോദിച്ചത് എൻ്റെ കെട്ടിടം പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സന്നാഹങ്ങളുമായിട്ട് വരുമ്പോൾ വേർ ഈസ് ദ സയൻറ്റിഫിക് എവിഡൻസ് ദാറ്റ് മൈ ബിൽഡിംഗ് ഈസ് കോസിങ് ദിസ് ബ്ലോക്കേജ്? ഇത് മനസ്സിലാക്കേണ്ടത് 2 തോടുകളാണ് തിരുവനന്തപുരത്തിൻ്റെ സിറ്റിക്കകത്തൂടെ പോകുന്നത്, പ്രത്യേകിച്ച് ഈസ്റ്റ് ഫോർട്ടിൽ കൂടെ പോകുന്നത്. ഒന്ന് ആമേഴഞ്ചാം തോട്, 2 പറയുന്നത് തെക്കിനിക്കര കനാൽ. ഇത് തമ്മിൽ പണ്ട് കണക്ട് ചെയ്തിരുന്നതാണ് പുത്തരിക്കണ്ടം മൈതാനം. പുത്തരിക്കണ്ടം മൈതാനത്തിനെ നികത്തി, അതാണ് ഇപ്പോഴും മൈതാനമാക്കി മാറ്റി നികത്തിയും പുത്തരിക്കണ്ടത്തിനെ നികത്തി മൈതാനമാക്കി കഴിഞ്ഞപ്പോൾ ഈ വെള്ളം ഇത് തമ്മിൽ കണക്ഷനില്ല. മറ്റേത് കുറച്ചുകൂടെ ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആ പ്രിൻസിപ്പിൾസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി വളരെ കുറവാണ്, റെസിസ്റ്റൻസ് ഉണ്ട്, ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഈസ്റ്റ് ഫോർട്ടിൽ വെള്ളം കഴിഞ്ഞ കൊല്ലം വരെ അല്ലെങ്കിൽ ഈ കൊല്ലം വരെ പൊങ്ങാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞങ്ങളന്ന് ഒരു ഓവർഫ്ലോ ഡക്റ്റ് ഇതിനെ കണക്ട് ചെയ്ത് കൊടുത്തു. അതുകൊണ്ടാണ് ഇവിടെ ഓവർഫ്ലോ ചെയ്യുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഈ തെക്കിനിക്കര കനാലിനകത്ത് പോകേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനകത്ത് പറയുന്ന ഡോൺ കിക്സോട്ട് വന്നത്. ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന സ്പാനിഷ് കഥാപാത്രമാണ്. ഡോൺ കിക്സോട്ട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാലും അദ്ദേഹം ഈ സ്പാനിഷ് കഥാപാത്രം എന്താ ചെയ്യുന്നത്, അവിടുത്തെ വിൻമില്ലിനെയൊക്കെ കാണുന്നുണ്ട്, ഇത് വലിയ ഭീകരമായിട്ടുള്ള ഡ്രാഗണാണെന്ന്, വലിയൊരു ജീവിയാണെന്ന്, എന്നെ ആക്രമിക്കാൻ വരുവാണെന്ന് പറഞ്ഞ് പുള്ളി ഉടൻ തന്നെ ഉറയിൽ നിന്ന് വാളെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ കാറ്റാടികളോട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ എല്ലാതുമായിട്ട് യുദ്ധം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഡോൺ കിക്സോട്ടിനെയും കൂടെ ഞാൻ ഇതിനിടെ ന്യൂയോർക്കിലെ ബാൾട്ടിമോറിലെ ഒരു ഇൻ സർവീസ് ട്രെയിനിങ്ങിനും പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം അരുവിക്കര ശബരിനാഥൻ്റെ ഇലക്ഷനായിരുന്നു. അപ്പോൾ എനിക്ക് ജോയിൻ ചെയ്യാൻ വയ്യ. ഞാനങ്ങനെ മാറി ഒരു 1.25 മാസത്തോളം മാറി നിന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഡോൺ കിക്സോട്ട് വന്ന് ഇതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് പുള്ളി തന്നെ സ്ഥാപിച്ച് പുള്ളിക്ക് ശത്രുവിനെ കിട്ടി, പുള്ളിയുടെ ശത്രു പ്രവചിച്ച് അത് കോടതി പോയി സ്റ്റേ ചെയ്ത് അതോടുകൂടി തീർന്നു. അതാണ് ഫേസ് 2 നടക്കാതെ പോയത്. അല്ലാതെ എനിക്ക് അതിനകത്ത് യാതൊരു റോളും ഇല്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രോബ്ലം ഇൻവെൻറ്റ് ചെയ്ത് അത് സ്റ്റക്കായി മാറി എന്നുള്ളതാണോ? അതാണ് നമ്മൾ ഇപ്പം 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ഈ പ്രോബ്ലം ഉണ്ടെങ്കിലേ നമുക്ക് അതിനകത്ത് പൈസ അടിച്ച് മാറ്റാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കഴിയുന്നതും ഇപ്പം ഞാൻ സീപ്ലെയിൻ ഇവിടെ കൊണ്ടുവന്നു. അവിടെ എന്തുകൊണ്ടാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നൊക്കെ പറയുന്നത്? യു ആർ നോട്ട് ടേക്കിംഗ് പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ്. ഉദാഹരണത്തിന് പാപ്പനംകോടാണെന്നുണ്ട് ഒരു മുസ്ലിം പള്ളി, 2 പള്ളി, ഒരു പള്ളിയും ഒരു അമ്പലം ഞങ്ങൾ ഇതിനകത്ത് പൊളിച്ചു. പാപ്പനംകോട്ട മുസ്ലിം പള്ളിയുടെ ഉടമസ്ഥാവകാശം ഒരു അമ്മാളിൻ്റെ പേരിൽ, അത് മനസ്സിലാക്കണം, ലാൻഡ്. അപ്പോൾ അത് ആരൊക്കെയോ കയ്യേറി അതൊരു മുസ്ലിം പള്ളിയാക്കി ഒരു കവറാക്കി മാറ്റി. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ളതൊക്കെ ഉണ്ട്. എനിക്കറിയാം, അതേ കയറി ഞാൻ തൊട്ട് കഴിഞ്ഞാൽ എഗെയിൻ എൻ്റെ ടെന്യൂർ കുറയും, കമ്മ്യൂണൽ ലഹള ചിലപ്പോൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെന്ത് ചെയ്തു, ആ പാപ്പനംകോട്ട KSRTCയുടെ ഫ്രണ്ടിലുള്ള മുസ്ലിം പള്ളി അതുപോലെ തന്നെ അങ്ങ് വെച്ചു. റോഡ് കംപ്ലീറ്റ് അങ്ങ് പണിഞ്ഞു. കരമന കളിക്കാവുള്ള പണി നടക്കുക, റോഡ് കംപ്ലീറ്റ് പണിഞ്ഞു. രാവിലെ ആകുമ്പോഴത്തേക്ക് അതായത് ഞാൻ ഒരിക്കൽ തന്നെ KSRTC ഇരിക്കുന്നുണ്ടെന്ന് നോക്കിയപ്പം 11,000 ബൈക്സാണ് ഒരു ദിവസം കളിയിക്കാവുള്ള സൈഡിൽ നിന്ന് തിരുവനന്തപുരം സിറ്റിയിലേക്ക് വരുന്നത്. ഇതെല്ലാം കൂടെ ഭയങ്കര ജാമായി. അപ്പോൾ KSRTCയിൽ ഒരു 4 സെൻറ്റോ മറ്റോ സ്ഥലം, 4-5 സെൻറ്റ് സ്ഥലം കൊടുക്കാനായിട്ട് KSRTCയുടെ യൂണിയൻസ് സമ്മതിക്കുന്നില്ല. ഇവർ മാറ്റാൻ തയ്യാറാണ്. അത് കിട്ടാതെ ഇവർ മാറ്റാനും തയ്യാറായില്ല. ഞാനൊന്നും ചെയ്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 കൂട്ടരും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ സ്ഥലവും കൊടുക്കാൻ. കാരണം എന്ന് വെച്ചാൽ ആർക്കും പോകാൻ വയ്യ, ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. MLA ഇടപെട്ടു. അപ്പോൾ അതാണ് അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിം പള്ളി പോലും ആ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഇല്ലാതെ ചെയ്യാം. ഇനി ആര്യശാലയിലാണെന്നുണ്ട് ഒരു അമ്പലം വെച്ചിട്ടുണ്ട്. ഞാനിത് തന്നെ ചെയ്തത്. അമ്പലത്തിൻ്റെ 2 സൈഡിലും ഞാൻ കംപ്ലീറ്റ് പണി ചെയ്തു. അമ്പലത്തിൻ്റെ താഴെക്കൂടെ ഇത്രയും വീതിയിൽ ഒരു ചെറിയ ഓടയുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഇല്ലായിരുന്ന സമയത്ത്, ബാൾട്ടിമോറിലുണ്ടായിരുന്ന സമയത്ത് കൗശിജനായിരുന്നു ചാർജ് കൊടുത്തത്. അപ്പം ഞാനിത് കണ്ടു. ഞാൻ പോകുന്ന സമയത്ത് തന്നെ മഴ പെയ്ത് കഴിഞ്ഞപ്പം ആ റോഡ് മൊത്തം വെള്ളത്തിലായി, ഈ അമ്പലം കാരണം. ആളുകളെല്ലാം കണ്ടു. ഞങ്ങൾ പകരം ഒരു സ്ഥലം, കോർപ്പറേഷൻ്റെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പം കോർപ്പറേഷൻ ഉടക്കി. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ രാത്രിക്ക് രാമായണ അമ്പലം ഉണ്ടാക്കി അവിടെ കൊടുത്തേനെ, അത് പ്രശ്നമല്ലായിരുന്നു.
അവസാനം നാട്ടുകാർക്ക് ബോധ്യമായി. അപ്പം ഞാൻ പിന്നെ കൗശികൻ്റെ അടുത്ത് പറഞ്ഞു, കൗശികൻ എന്തായാലും പോകുമല്ലോ, ആ അമ്പലം കൂടെ തട്ടിയിട്ടങ്ങ് പോയത്, ഇനി അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് വരുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടെ എനിക്കെതിരായിട്ട് വരണ്ടെന്ന് പറഞ്ഞ് കൗശികൻ അത് പൊളിച്ച് കളഞ്ഞു. പക്ഷേ ആളുകൾക്ക് ബോധ്യമായി ഈ അമ്പലം കാരണമാണ് ഇവിടെ പ്രശ്നം തിരിച്ചറിഞ്ഞാൽ സമൂഹം അത് അക്സെപ്റ്റ് ചെയ്യും, സൊല്യൂഷനിലേക്ക് അവർ പങ്കാളികളാകും. നമുക്ക് വി നീഡ് ടു ഹാവ് എ പേഷ്യൻസ്. ഫോർ എക്സാമ്പിൾ വിഴിഞ്ഞത്ത് ലാൻഡ് അക്വിസിഷൻ ചെയ്ത 98% ലാൻഡ് അക്വിസിഷൻ ഞാൻ തന്നെയാണ് ചെയ്തത്. അതിന് പാക്കേജ് കൊടുക്കാനായിട്ട് എനിക്കൊരു ഫ്രീഡവും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ചാളമരം കെട്ടിവെച്ചിട്ടുള്ള, യു വോണ്ട് ബിലീവ്, 2 ചാളമരം കെട്ടിവെച്ചിട്ടുള്ള കട്ടമരം എന്ന് പറയുന്നതിന് 27 ലക്ഷം രൂപയാണ് ഒരു ഗ്രൂപ്പിന് കൊടുത്തത്, 2 പേരുള്ള ഒരു ഗ്രൂപ്പിന്. 2 കട്ടമരം, അത് അവരുടെ ലാൻഡ് അല്ല, പക്ഷെ കട്ടമരം വെച്ച് അവർ മീൻ പിടിക്കാനായിട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വരുമാന നഷ്ടം നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് 27 ലക്ഷം രൂപയായിട്ടാണ് കൊടുത്തത്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ കട്ടമരം വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ പിന്നെ നമ്പർ ഇട്ടിട്ട് പോലും നിൽക്കുന്നില്ല, അവരതുപോലെ വേറെ നമ്പർ ഇടും. പിന്നെ ഞാൻ പോലീസിനെ കാവലിട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ആളുകളെ കോൺഫിഡൻസ് എടുക്കും. പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് വിഴിഞ്ഞം നടന്നത്. ഇതെല്ലാം കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി എൻ്റെ അപ്രൂവലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൂട്ടർ വന്ന് 40-45 പേര് വന്നിട്ട് പറയുന്നു, ഞങ്ങളിവിടെ ഞണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കറിയാം അവിടെ ഞണ്ടെങ്കിലും ആരും പിടിക്കുന്നില്ല. അവർ ചോദിച്ചത് 2 കോടി രൂപയാണ്, അവസാനം 1 കോടി രൂപയില്ല. അത് പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഉണ്ട്, എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിൽ പവർ ഉണ്ടായിരുന്നു. എനിക്ക് കാണുന്നതിൻ്റെ ഫ്രീ ഹാൻഡ് തന്നു. ശ്രീ കെ ബാബു ആയിരുന്നു ഫിഷറീസ് മന്ത്രി. ഞങ്ങൾ 2 പേരും കൂടെ ലിബറലായിട്ടും കൊടുത്തു. നമുക്കിത് കാര്യം നടന്നാൽ പോരെ, എത്രയോ അനാമത്തി ചിലവുണ്ടാകും. അപ്പം നമുക്ക് ഇത് ആളുകളെ കോൺഫിഡൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നാഷണൽ ഹൈവേ സ്ഥലം എടുത്തിട്ട് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. യു നീഡ് ടു ഗിവ് എ ഗുഡ് കോമ്പൻസേഷൻ. ആളുകൾക്ക് തൊഴിൽ പോകുന്നു, ഡിസ്പ്ലേസ്ഡ് ആകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എൻ്റെയൊക്കെ കോളേജ് സമയത്തുള്ളതാണ് മൂന്നാറിലെ ഒഴിപ്പിക്കൽ ദൗത്യം. ഭയങ്കര സന്നാഹം, ഭയങ്കര ഹൈപ്പുമായിട്ട് പോയിട്ട് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം പെട്ടിയും പൂട്ടി തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ. അങ്ങനെ അന്നത്തെ ഒരു കാലത്ത് അസസ് ചെയ്യുമ്പം അവർക്ക് എവിടെയായിരിക്കും പിഴച്ചു പോയത്? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഞങ്ങളിപ്പം ഓപ്പറേഷൻ എന്തായാലും ഇതിനെ കമ്പയർ ചെയ്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്. ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടാണ് ചെയ്തത്. ഇത് എൻക്രോച്ച്ഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി കോവിലിൻ്റെ ബാക്കിൽ ഈ പറഞ്ഞല്ലോ 3-3.5 മീറ്ററോളം വീതിയുള്ള ഒരു സ്ഥലത്തിനകത്തൂടെ പോകുന്ന ഓടയുടെ മുകളിൽ ഒരു ടെക്സ്റ്റൈൽ കമ്പനി 2 കൂറ്റൻ ജനറേറ്റർ വെച്ചിരിക്കുകയാണ്. അതിനിപ്പുറത്ത് വേറൊരാൾ ബംഗാളികൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു ടെമ്പററി ആയിട്ടൊരു കെട്ടിടം നിർമ്മിച്ചു വെച്ചത്. ഇങ്ങനെ ഓരോരുത്തരും അത് കയ്യേറിയിട്ടുണ്ട്, അവർക്കെല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ പലരും വന്നിട്ട് പറഞ്ഞു, അവിടെ കയ്യേറ്റമുണ്ട്, ഇവിടെ കയ്യേറ്റമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓട പോകുന്നിടത്ത് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ, അത് വേറെ രീതിയിൽ ഞങ്ങൾ കയ്യേറ്റം ഒഴിപ്പിക്കാം, ഇപ്പം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾക്ക് ബോധ്യമാകണം ഇത് കയ്യേറ്റമാണെന്ന്. ഈ ജനറേറ്ററുകാരന് വെച്ചിരിക്കുന്ന ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു മാറ്റാൻ പറഞ്ഞു. അയാൾ പറഞ്ഞു, സാർ ഇത് വലിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് എനിക്ക് മനസ്സിലായി, അയാൾ കോടതി പറഞ്ഞു. ഇതൊരു ശനിയാഴ്ചയാണ് ഞങ്ങൾ ഓപ്പറേഷൻ നടത്തുന്നത് തന്നെ, ഓപ്പറേഷൻ അനന്ത തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും. അപ്പോൾ എൻ്റെ കൂടെ KCBക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ടീമെന്ന് പറയുന്നത് അവരെല്ലാവരും എൻ്റെ കൂടെ നിൽക്കും. കാരണം വെച്ചാൽ അവരുടെ ഫ്രണ്ട് ഞാനുണ്ട്. കരമന കളിയിക്കാവിള്ളയിൽ ഒരു ഡോക്ടർ കെട്ടിടം ഇടിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കളക്ടറായിട്ട് വന്ന് കയറുമ്പം കാണുന്നത് നേമം പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ലാൻഡ് അക്വിസിഷൻ ഉദ്യോഗസ്ഥരെല്ലാം പിടിച്ചു നിർത്തിയേക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാൾക്ക് എതിരായിട്ട് IPC 353 അനുസരിച്ച് കേസെടുക്കണമെന്ന് അന്ന് വെങ്കടേഷ്, ഇന്നത്തെ ADGP ആയിട്ടുള്ള വെങ്കടേഷ് ആയിരുന്നു എൻ്റെ കമ്മീഷണർ, വെങ്കടേഷിൻ്റെ അടുത്ത് പറഞ്ഞു. അത് കുഴപ്പമില്ല, ഞങ്ങൾ കോംപ്രമൈസ് ചെയ്ത്. ഞാൻ പറഞ്ഞു നത്തിങ്, 353 അനുസരിച്ച് കേസെടുത്തു ഇയാൾക്കെതിരായിട്ട്, ഒരു ഡോക്ടറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാർക്ക് പോയി ഇടിക്കാൻ ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് ഇടിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷേ എനിക്ക് വേണമെന്നുണ്ട് ആ വൈരാഗ്യം വെച്ചിട്ടാണെന്നുണ്ട് കൂടം വെച്ച് ഇടിച്ചോ അല്ലെങ്കിൽ JCB വെച്ചിട്ടാണെന്നുണ്ട് അത്. പക്ഷേ ഞാൻ പറഞ്ഞു, വേണ്ട, ഒരാളുടെ വീടല്ലേ, നമ്മൾ അവരെ പ്രാകാൻ പാടില്ല, അതുകൊണ്ട് കോൺക്രീറ്റ് കട്ടർ കൊണ്ടുവന്നിട്ട് കെട്ടിടത്തിന് കേടുപാടില്ലാതെ തീർക്കാൻ പറഞ്ഞു. അയാൾ ഇറങ്ങി വന്നതുപോലുമില്ല, ആ ഡോക്ടർ ഇറങ്ങി വന്നതുപോലുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ എല്ലാത്തിനും, എന്നോടൊപ്പം ഡോക്ടർ കാർത്തികേയനും ഉണ്ട്, പിന്നെ വെങ്കടേശ്വതിയുണ്ട്, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും ആണെന്നുണ്ട്, അതുപോലെ അസംഖ്യം ആൾക്കാരുണ്ട്. അപ്പം നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ മൂന്നാറിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം, നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് പണ്ട് റെഡ് ലൈറ്റ് കത്തി കിടക്കുമായിരുന്നു, ക്യാമറ ഇല്ല, ആളുകളെല്ലാം പോകും. നമ്മൾ പോകാതിരുന്ന നമ്മുടെ പുറകിലിരിക്കുന്നതിന് ഓണടിക്കുകയാണ് അല്ലേ, അജയ്ക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല. ദ മൊമെൻറ്റ് ക്യാമറ വന്നു, ഇത് എൻഫോഴ്സ്മെൻറ്റ് ശക്തിയാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അടങ്ങി. മൂന്നാറിൽ ആർക്കും ഒരു വ്യവസ്ഥിതിയില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലുള്ള ആൾക്കാരും തലയ്ക്ക് ഭ്രാന്തി പിടിച്ചൊക്കെ ആണെന്നുണ്ട്, പിന്നീട് ഈ നഷ്ടപ്പെട്ടവരൊക്കെ തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് നടന്നെന്നൊക്കെയാണ് പറയുന്നത്. അവരെല്ലാവരും വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നിന്നു. ഒരു സുപ്രഭാതത്തിൽ 3 ഉദ്യോഗസ്ഥരങ്ങോട്ട് ചെല്ലുന്നു, ഇടിക്കാൻ തുടങ്ങുന്നു. ഇപ്പം നമ്മൾ UP യോഗി ആദിത്യനാഥ് ഇടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഇല്ലീഗലി ഓക്യുപ്പൈഡ് ആൻഡ് എൻക്രോച്ച്ഡ് ഇൻ ടു എ പബ്ലിക് ലാൻഡ്. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ പൈസ കൊടുത്ത് പട്ടയമുള്ള ഭൂമിയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലും ഇടിച്ചെന്ന് പറയുന്നു. അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവരെ എൻക്രോച്ച് ചെയ്തിരിക്കുന്ന ലാൻഡാണ്. ഇത് എൻക്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സാമാന്യം എന്താണ് ലോ എന്ന് പറയുന്നത്? ലോ ഈസ് നത്തിങ് ബട്ട്, ഞാൻ LLB പഠിച്ച ആളാണ്. ലോ പറയുന്ന ലോ ഈസ് നത്തിങ് ബട്ട് നാച്ചുറൽ ജസ്റ്റിസ്. ഒരു നോട്ടീസ് കൊടുത്ത് ഒരു ഹിയറിംഗ് നടത്തി അവരെ ബോധ്യപ്പെടുത്തി ചെയ്യണ്ടേ? പിന്നെ അതിനകത്ത് പോയ 3 പേരും, അത് VS അച്യുതാനന്ദന് നല്ലൊരു ഇൻറ്റൻഷനൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ നിങ്ങൾ നോക്ക്, ഓപ്പറേഷൻ അനന്തയില്ല, ഞാൻ ഓപ്പറേഷൻ അനന്തയില്ല മാത്രമല്ല, ഞാൻ പല സ്ഥലങ്ങളിലും ഞാനൊരു വലിയ മഹാനാണെന്നും പറഞ്ഞ് ഞാൻ പത്രസമ്മേളനം നടത്താറില്ല. KSRTC ഗതികേട് കൊണ്ട് എന്നെ അങ്ങനെ വളഞ്ഞിട്ട്, പ്രത്യേകിച്ച് നമ്മൾ സർവീസിലിരിക്കുമ്പോൾ കെട്ടിയിട്ടടിക്കുകയാണ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് ഞാൻ 1-2 പത്രസമ്മേളനം നടത്തിയത്. അല്ലാതെ ഞാൻ കഴിയുന്നതും പിന്നെ പത്രക്കാരുമായിട്ടുള്ളൊരു ബന്ധം കൊണ്ട് മാത്രം സംസാരിക്കുന്നു എന്നുള്ളതല്ലാതെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇതൊരു വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞത്. ഈ 3 ഉദ്യോഗസ്ഥരും, ഞാൻ വ്യക്തമായിട്ട് ആരാന്ന് നിങ്ങൾക്കറിയാം, 3 ഉദ്യോഗസ്ഥരും പബ്ലിസിറ്റി ക്രേസി ആയിരുന്നു. 3 പേരും വന്ന് പബ്ലിസിറ്റി ആയിട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ഇത് മൊമെൻറ്റ് പബ്ലിസിറ്റി കൂടുതൽ വന്നു കഴിയുമ്പം എന്താ സംഭവിക്കുന്നത്? എൻ്റെ അടുത്ത് ഓപ്പറേഷൻ അനന്തയുടെ ആദ്യത്തെ ദിവസം തുടക്കം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കാണ്ട് 10-15 ലൈവ് ടെലികാസ്റ്റ് ഇൻക്ലൂഡിങ് നാഷണൽ മീഡിയ അവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. ഐ ഹവ് ബീൻ ആസ്ക്ഡ് ബൈ ചീഫ് സെക്രട്ടറി, ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു, ഐ ഹവ് ബീൻ ആസ്ക്ഡ് ബൈ ചീഫ് സെക്രട്ടറി ആൻഡ് ദ ഗവൺമെൻറ് ടു ഡു സർട്ടൻ ജോബ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഫിനിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പോകാം. അതെന്ന് വെച്ചാൽ പോലീസ് ബന്ദോബസ്തിൽ നിൽക്കുകയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ യു ഷുഡ് ആസ്ക് ചീഫ് സെക്രട്ടറി. അദ്ദേഹമാണ് ഗവൺമെൻറ്റിൻ്റെ വക്താവ്. അങ്ങനെ നേരെ GG തോമസൻ സാറിൻ്റെ അടുത്ത് പോയി അദ്ദേഹം എൻ്റെ മറുപടി കൊടുത്തു. മന്ത്രിസഭ എന്നെ ഓതറൈസ് ചെയ്ത അനുസരിച്ചിട്ടാണ് ഞാൻ കളക്ടറെ ഓതറൈസ് ചെയ്തത്. ഞാൻ അവിടെ നിന്ന് ഞാനൊരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓപ്പറേഷൻ അനന്ത ഈ സ്റ്റേജിലും എത്തിക്കത്തില്ലായിരുന്നു. KSRTCയിലും KSEBയിലും ഉള്ള എൻ്റെ ഓരോ ജോലിയിലും, പിന്നെ തിരുവനന്തപുരം കളക്ടറായിരുന്ന സമയത്ത് പല കാര്യങ്ങളിലും പുറത്തേക്ക് വരേണ്ടി വരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ എതിർപ്പ് വരുന്ന നമ്മുടെ വേർഷൻ വന്നില്ലെങ്കിൽ അവിടെ ചെയ്യേണ്ടിയിരുന്നത് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഒരു ബ്രീഫിങ് VS അച്യുതാനന്ദൻ ചെയ്തിരുന്നെങ്കിൽ മനസ്സിലാക്കാം. അതിന് പകരം 3 ഉദ്യോഗസ്ഥരും 3 രീതിയിലുള്ള ബ്രീഫിങ് കൊടുത്തു. പിന്നെ ചിലതിനകത്താണെന്നെ വെഞ്ചൻസോട് കൂടി ചെയ്തു. നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ അനന്ത നടക്കുന്ന സമയത്ത് പലരും വന്നിട്ട് പറഞ്ഞു ദാണ്ട് അവിടെ എൻക്രോച്ച്മെൻ്റ് ഉണ്ട്. അതൊക്കെ എനിക്കറിയാം, കണ്ടിട്ട് എനിക്കറിയാം. തിരുവനന്തപുരത്ത് താമസിക്കുന്ന എനിക്കറിയാം എവിടെ എൻക്രോച്ച്മെൻറ്റ് അല്ല എന്നുള്ളതും എനിക്കറിയാം. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ഈ ഓട ഒഴിപ്പിക്കുക. അപ്പോൾ ഏതാണ്ട് വളരെയധികം കേസുകൾ കോടതി പോയിട്ടുണ്ടെങ്കിൽ കോടതി എടുത്ത് മാറ്റിവെച്ചു. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാലിന്യ മാഫിയ ഉണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം, തിരുവനന്തപുരം മേയർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇങ്ങനെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇതാണ്: ഒരു മാലിന്യ മാഫിയ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ഓടകളെ ലക്ഷ്യമിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മേയർ എൻ്റെ അടുത്തും സംസാരിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം തന്നെ കുടിവെള്ളം, ഇത്രയും 44 നദിയുള്ളൊരു സംസ്ഥാനത്ത് കുടിവെള്ളം എന്തിനാണ് ടാങ്കർ വിതരണം ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം എന്തോ? അപ്പം നമ്മുടെ പ്ലാനിങ്ങിൽ എവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടല്ലേ. രണ്ടാമത്തെ കാര്യം, മാലിന്യ മാഫിയ എടുക്കുക. ഞാൻ ഈ ബുക്കിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സർവേ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിലും പല സ്റ്റാഫുകളും ആണെന്നുണ്ടെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്ത് അവർ വേറെ ആളെ വെച്ചിട്ടാണ് തൂത്ത് എടുക്കുക. മനസ്സിലായില്ലേ? ഇത് എവിടെ ഡിസ്പോസ് ചെയ്യണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഹോട്ടലും, എനിക്കറിയാം, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഹോട്ടലിലും രാത്രിയാകുന്നതിന് ഒരു വണ്ടി വരും, ഒരു ലേബലും ഒരു നമ്പർ പ്ലേറ്റ് തന്നെ ഉണ്ടോയെന്ന് അറിയത്തില്ല. കുറച്ച് കാർ ബോയ്സിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന് കളയുന്നത്. ഇവിടെ ഇത്രയും വലിയ പോലീസ് സന്നാഹം ഉണ്ടല്ലോ, ഇത്രയും വലിയ ഉദ്യോഗസ്ഥ സന്നാഹം ഉണ്ടോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് നോട്ട് ഇൻ മൈ ബാക്ക്യാർഡ് എന്നുള്ളൊരു രീതിയിലാണ്. അപ്പം മാഫിയ ഇതിനകത്തെല്ലാം ഉണ്ട്. എല്ലാ കോർപ്പറേഷനെ മാത്രം എന്തിനാണ് പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു മാഫിയാണ് റൂൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് KSRTCയിലേക്ക് പറയും, ഇല്ലെങ്കിൽ സമയം അനുവദിച്ചില്ലെങ്കിലോ പിന്നീട് KSRTCയിൽ അതിൻ്റെ സാരഥ്യം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു ആദ്യത്തെ എയിം? ഇത് ഞാൻ ഇന്ന കാര്യങ്ങൾ ഞാൻ നടത്തും എന്ന് തോന്നിയത് എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു? ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരുന്നു ഒരു കമ്പനി എടുത്ത് ടേൺ അറൗണ്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആർക്കും വേണ്ടാത്തതാണ് KSRTC. സാധാരണ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെയാണ് പോകുന്നത്. എക്സെപ്റ്റ് മിസ്റ്റർ തച്ചങ്കരി ഒഴിച്ച് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ താല്പര്യപൂർവ്വം പോയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറും പറ്റുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളത് എൻ്റെ ഔദ്യോഗിക ജീവിതം തീരുന്നതിന് മുമ്പ് ചെയ്യണമെന്നൊരു വലിയ ആഗ്രഹമാണ്. ചലഞ്ചസ് എടുക്കുന്നതാണ്. തന്നെയല്ല, എനിക്ക് ഗവൺമെൻറ്
സെക്രട്ടറി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള വിഷയങ്ങൾ എടുത്തിട്ട് എനിക്ക് സ്പീഡ് ചെയ്ത് ജിയോ ഇറക്കാം എന്നുള്ളതല്ലാതെ എനിക്ക് ഈ ഓഫീസിലിരുന്ന് പ്രവർത്തിക്കുന്നൊരു സ്വഭാവമില്ല. അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് തൊട്ടേ ഐ വാസ് എ പ്ലാൻ മാനേജർ ഫോർ 6.5 years. പിന്നെ ഞാൻ ഇൻഡസ്ട്രി പലതും ടേൺ അറൗണ്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെ ഇൻഡസ്ട്രി തന്നെ അവനിപ്പോൾ 4 ഫാക്ടറികളോളം ഉണ്ട്. അങ്ങനെ എത്രയോ സുഹൃത്തുക്കൾക്ക് വേണ്ടി ടേൺ അറൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു കമ്പനി 30,000-40,000 പേര് ഉള്ള ഒരു കമ്പനിയെ ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആഗ്രഹം, ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റും, അതിന് യാതൊരു സംശയമില്ല. ഏതും ടേൺ അറൗണ്ട് ചെയ്യാം. അൺലെസ് ദർ ഈസ് എ മാർക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അജയ് ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ആർക്കും വേണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ടേൺ അറൗണ്ട് ചെയ്യാം? എത്ര ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ആർക്കും വേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ വില കൂടുതലാണ്, ആരും വാങ്ങിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ എന്താണ്, ആളുകൾ ക്യൂ നിന്ന് ഇടിച്ച് കയറുന്ന ഒരു മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണ്. അപ്പം മാർക്കറ്റുള്ള ഏതായാലും ഇലക്ട്രിസിറ്റി ബോർഡാണെങ്കിലും മരുന്നാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടേൺ അറൗണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഐ വാസ് ടെസ്റ്റിംഗ് മൈസെൽഫ്. എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് പിന്നെ HR മാനേജ്മെൻറ്റ് അതെന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ്. പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ലൈറ്റ്ലി ടെമ്പർമെൻ്റലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ചീത്തകൾ കേട്ടിട്ട് ഞാനൊന്നും ജീവനക്കാരെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ പറ്റിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അച്ഛൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പേര് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും എനിക്കതൊന്നും ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ അതിനൊക്കെ ഞാൻ ഈ ബുക്കിനകത്ത് തന്നെ ഞാൻ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല. എന്നാലും ഞാൻ ഇരുന്നിട്ട് ടേൺ അറൗണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ടേൺ അറൗണ്ട് ചെയ്യാതിരിക്കുന്നതിന് 2 കാരണങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും മനസ്സിലാക്കണം, ഞാൻ ചാർജ് എടുക്കുന്നത് ജൂൺ 15 2020. ജൂൺ 8 ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്യുന്നത്. ഒരു ബസ്സിനകത്ത് പോലും ആൾ കയറാൻ മടിക്കുന്നൊരു സമയത്ത് ഇവിടെ കുറച്ച് വിദഗ്ധന്മാർ, ആരോഗ്യ വിദഗ്ധന്മാർ മുഖ്യമന്ത്രിക്കൊരു ഉപദേശം കൊടുത്ത്, ഇരുന്നുകൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കോവിഡ് വരത്തില്ല, സീറ്റിലിരുന്ന് യാത്ര ചെയ്താൽ കോവിഡ് വരത്തില്ല, നിന്നുകൊണ്ട് യാത്ര ചെയ്താൽ കോവിഡ് വരും. ഇങ്ങനത്തെ ഊളത്തരമാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും ഞാൻ അവസാനം CM കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ KSRTC നഷ്ടപ്പെടും. അതിനേക്കാളുപരി ഇത്രയധികം ബൈക്കുകൾ ഇന്ത്യയിൽ ഉണ്ടായത് എങ്ങനെയാണ്? കോവിഡ് കാരണമല്ലേ. പബ്ലിക് ട്രാൻസ്പോർട്ട് മൊത്തത്തിൽ തകർന്നു പോയതുകൊണ്ടല്ലേ ഇത്രയധികം ബൈക്കുകളുണ്ട്. ഇന്ന് ബൈക്ക് കാരണം എന്തുമാത്രം ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഭരണാധികാരികൾ ഇതൊന്നും ഇങ്ങനെ ചിലരെയൊക്കെ പറഞ്ഞിട്ട് സേഫ് സൈഡ് കളിച്ചാൽ ശരിയാകത്തില്ല. ദ പോയിൻറ്റ് ഹിയർ ഈസ് ദാറ്റ് 3.5 ലക്ഷം രൂപ ഉള്ള കളക്ഷൻ, ഞാൻ ഒരു ദിവസം 3.5 ലക്ഷം രൂപ എന്നുള്ള കളക്ഷൻ ഞാൻ ഇറങ്ങുമ്പോൾ 3 പ്രാവശ്യം 9 കോടിയിൽ എത്തിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പ്രതിദിന കളക്ഷൻ. ദാറ്റ്സ് എ ഹയസ്റ്റ്. ഏതാണ്ട് ആദ്യത്തെ ദിവസങ്ങളിലെല്ലാം കൂടെ വരുമ്പോൾ ഒരു മാസം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 10-16 കോടി രൂപയിൽ നിന്ന് 255 കോടി രൂപയിൽ എത്തിച്ചു കോവിഡിൻ്റെ സമയത്ത്. ഇതെന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലൊന്നുമല്ല. ഞാൻ ലോട്ടറി ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുമ്പോൾ 587 കോടി രൂപയായിരുന്നു ലോട്ടറി ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുന്നത്. 624 കോടിയിൽ നിന്ന് 557 ഫോൾ ചെയ്തപ്പോഴാണ് എന്നെ തോമസ് ഐസക് സാറിൻ്റെ കാലത്ത് ശ്രീ മാരപാണ്ഡ്യൻ അവിടെ കൊണ്ടുവരുന്നത്. ഞാൻ ഇറങ്ങുമ്പോൾ, ഞാൻ കാരുണ്യ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ 2800 കോടിയാക്കി 2.5 കൊല്ലം കൊണ്ട്. ഇപ്പോൾ ഏതാണ്ട് 10,000 കോടിയുടെ. അത് പിന്നെ നമ്മൾ ബാക്കിയുള്ളവനെയൊക്കെ ഒതുക്കി, മറ്റേ മാർട്ടിനെയും അതുപോലുള്ളവരെയൊക്കെ ഒതുക്കി, പിന്നെ മാഫിയകളെയൊക്കെ ഒതുക്കി, പിന്നെ അതിനകത്തൊരു പുതിയ മിഡിൽ ക്ലാസ്സിനെ ആകർഷിച്ചു. അതൊക്കെ വേറെ കാര്യം. അതുപോലെ തന്നെ കാരുണ്യ ഫാർമസി തുടങ്ങുന്നുണ്ടേ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 4000 രൂപയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ, ഒരു കൊല്ലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ദിവസത്തെ കളക്ഷൻ ആ ഫാർമസിയിൽ 10 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ഒറ്റ കൊല്ലം കൊണ്ട് 100 കോടിയാക്കി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇതിനകത്ത് പോവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നത് ഇതിനകത്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്യൂട്ടി പാറ്റേൺ മാറ്റാനായിട്ട് ജീവനക്കാർ തയ്യാറല്ല. കാരണം ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോകുന്നൊരു വണ്ടി, ആ വണ്ടിയിൽ 18 മണിക്കൂറാണ്. അജയ്ക്ക് 18 മണിക്കൂർ ഒരിടത്ത് ഇരിക്കാൻ പറ്റുമോ? 18 മണിക്കൂർ പോയിട്ട് 6 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ? അത് ഈ ഫ്രണ്ട് ആക്സിലൊന്നും ഓവറോൾ ചെയ്യാത്ത ഈ വണ്ടി എടുത്തിട്ട് 18 മണിക്കൂർ 16 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്ത് നമ്മൾ പറഞ്ഞു ഇങ്ങനെ പറ്റത്തില്ല, നിങ്ങൾ ക്രൂ ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അങ്കമാലി വെച്ച് നമുക്ക് ക്രൂവിനെ മാറ്റാം. സമ്മതിക്കത്തില്ല. ഈ മോട്ടോർ വെഹിക്കിൾസ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ടിനകത്തൊരു സ്പെസിഫിക് ആയിട്ടൊരു പ്രൊവിഷനുണ്ട്, സ്പ്രെഡ് ഓവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. സാധാരണ എല്ലാവർക്കും 8 മണിക്കൂർ ഡ്യൂട്ടി എന്നുള്ളതാണല്ലോ ILO പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രാവിലെ ഒരു 4 മണിക്കൂർ നേരമായിരിക്കും നമ്മുടെ പീക്ക് ട്രാഫിക് വരുന്നത്. പിന്നെ അതിനുശേഷം ഒരു വെയിനിങ് പീരീഡാണ്. ഉച്ചയ്ക്കൊന്നും വലുതായിട്ട് ആൾക്കാരാണ്. വൈകിട്ടൊരു 3:30 ആകുന്ന തൊട്ട് 7:30 വരെയാണെന്നുണ്ടെങ്കിൽ നല്ല പീക്കായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ വർക്കേഴ്സ് ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ 8 മണിക്കൂറിനെ യു ക്യാൻ സ്പ്രെഡ് ഇറ്റ് ടു 12 hours.
ബാക്കി ഇടയിൽ വരുന്ന 4 മണിക്കൂർ അത് വേണമെങ്കിൽ 2 മണിക്കൂർ രാവിലെ കൊടുത്തിട്ട് 6 മണിക്കൂറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതിനിടയിൽ ഒരു 4 മണിക്കൂർ കൊടുക്കാം. പക്ഷേ ആ 4 മണിക്കൂറിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് പീരീഡ് ഓഫ് ആബ്സെൻസ് അല്ല, പീരീഡ് ഓഫ് പ്രസൻസ് എന്നോ മറ്റോ പറഞ്ഞിട്ടാണെന്നുള്ളൊരു പീരീഡാണ്. അപ്പം 8 മണിക്കൂറിനെ 12 മണിക്കൂറായിട്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷനുണ്ട്. ഇത് ഒരു തരത്തിൽ യൂണിയൻകാരിസം എന്ന് വെച്ചില്ല. അതിന് പകരമാണെന്നുണ്ടെങ്കിൽ ആ 8 മണിക്കൂറിനെ സ്ട്രെച്ച് ചെയ്യുന്നതിന് പകരം 2 ഡ്യൂട്ടി കൊടുക്കണം. അപ്പോൾ രാവിലെ 5 മണിക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അന്നേരം വണ്ടി ഓടുന്നില്ല, അയാളവിടെ വന്നിരിക്കും. മനസ്സിലായില്ലേ? വൈകിട്ട് രാത്രി 9 മണി വരെ 10 മണി വരെ ഇരുന്നുണ്ടെങ്കിൽ വണ്ടി വലുതായിട്ട് ഓടുന്നില്ല. കാരണം വെച്ചാൽ 3-1 വണ്ടിയായിട്ട് 2 ഡ്യൂട്ടി കൊടുക്കുകയും ചെയ്യുന്നു. 2 ഡ്യൂട്ടി കൊടുക്കുന്നു മാത്രമാണ്. ഈ 18 മണിക്കൂർ ഓടിക്കുന്ന ആൾക്ക് എന്താ സംഭവിക്കുന്നത്? ഇയാൾ ഞായറാഴ്ച വൈകിട്ട് ഇവിടുന്ന് പോകുന്നിരിക്കട്ടെ, തിങ്കളാഴ്ച രാവിലെ അവിടെ ചെല്ലും. തിങ്കളാഴ്ച വൈകിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് 3 കോമ്പൻസേറ്ററി ഓഫ് കൊടുക്കും. പിന്നെ അയാൾക്ക് ഇഷ്ടം പോലെ ലീവുണ്ട്. ഗവൺമെൻറ് ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും മാത്രമല്ല, ഗവൺമെൻറ് ജീവനക്കാരെക്കാളും 2 ഇൻക്രിമെൻറ്റ് കൂടുതലാണ് ട്രാൻസ്പോർട്ടിലെ ഡ്രൈവേഴ്സിന്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഇന്ത്യയിൽ ഒരിടത്ത് പോലും ഇത് ലാഭകരമായിട്ട് പോകുന്നതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ജീവനക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു 10 കൊല്ലമായിട്ട് അവരുടെ ശമ്പളം പരിഷ്കരിച്ചിട്ടില്ല, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിതിനൊക്കെ സഹകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ അവിടുത്തെ എല്ലാവരും പറഞ്ഞു എനിക്കും അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എന്നാലും നമ്മൾ അവസാനം അവരെന്നെ കോർണർ ചെയ്തു. ഞാൻ ഒറ്റ ഒരാൾ കാരണമാണ് ശമ്പള പരിഷ്കരണം നടക്കാത്തതെന്നുള്ള രീതിയിലൊരു പ്രശ്നമാണ്. ദാറ്റ് ഹാസ് ക്രിയേറ്റഡ് എ വൈഡ് സ്പ്രെഡ് റിസൻമെൻറ്റ്. അപ്പോൾ ഞാനും മുഖ്യമന്ത്രിയുടെ അടുത്തും ധനകാര്യമന്ത്രിയുടെ അടുത്തൊക്കെ പറഞ്ഞു ശമ്പള പരിഷ്കരണം നടത്തി. എന്നിട്ടും ആ റിഫോംസ് ഒന്നും വന്നില്ല. അപ്പം മാറാൻ തയ്യാറാകാത്ത ഒരു വിഭാഗം ജീവനക്കാർ, എന്നാൽ 60% ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യൂണിയൻ എന്ന് പറയുന്ന ആൾക്കാർ, അതിനകത്താണെന്നുണ്ട് സ്വന്തമായിട്ട് ബിസിനസ്സുള്ള ആൾക്കാർ ഒത്തിരി പേർക്ക് ബിസിനസ്സുണ്ട്. ചിലർ ടിപ്പർ ഓടിക്കാൻ പോകും, ഡ്രൈവർമാരാണെങ്കിൽ. പലരും PhDയും എൻജിനീയറിങ്ങും ഒക്കെ ഉള്ളവരുണ്ട്. അവർ ട്യൂഷൻ ക്ലാസ് എടുക്കാൻ പോകും. അങ്ങനെ പല രീതിയിലുള്ള വർക്കുകളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ മാറാൻ തയ്യാറായില്ല. അവർ മാറാൻ തയ്യാറാകത്തില്ലെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ KSRTC സ്വിഫ്റ്റ് ഉണ്ടാക്കിയത്. അത് ആദ്യത്തെ കൊല്ലം തന്നെ 32 കോടി രൂപ ലാഭമാണ്. 32 കോടി രൂപ ലാഭം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ഇൻകം ടാക്സിന് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ലാഭത്തിന് അതിൻ്റെ റെൻറ്റ് കൂട്ടിയിട്ട് ലാഭം കുറച്ചു. എന്ന് വെച്ചാൽ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മിച്ചമൊന്നുമില്ല. KSRTCക്ക് കിട്ടേണ്ട പൈസ അല്ലേ. അപ്പം ബീങ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി അതിനകത്ത് ഇന്നും സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലാഭകരമായിട്ട് പോകുന്നുണ്ട്. അപ്പം ജീവനക്കാരൊരു സൈഡ്. രണ്ടാമത്തത് ഐ വിൽ ബ്ലെയിം ഓൺലി 1 person ഫ്രം ദ ഗവൺമെൻറ് സൈഡ്. ഇറ്റ് ഈസ് മിസ്റ്റർ ബാലഗോപാൽ. ഞാൻ പല വേദിയിൽ ധനമന്ത്രി. ഇപ്പം VD സതീശൻ മന്ത്രി വന്നു, CP ജോൺ വന്നതിന് ശേഷം, CP ജോണല്ല VD സതീശൻ ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ 100 കോടി രൂപയല്ലേ എടുത്തു കൊടുത്തത് KFC ഓവർ ഡ്രാഫ്റ്റായിട്ട്. ആ സപ്പോർട്ട് താങ്കൾക്ക് KSRTC സമയത്ത് കിട്ടിയില്ല. ഇദ്ദേഹം തോമസ് ഇതേ സപ്പോർട്ട് പക്ഷേ ഗണേഷ് കുമാർ അദ്ദേഹം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറയാം. തോമസ് ഐസക് മന്ത്രിയായിരിക്കുന്നുണ്ട്, ധനകാര്യമന്ത്രിയായിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഈ പ്രയാസങ്ങളെല്ലാം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ലിബറലായിട്ട് 100 കോടി രൂപ തന്നുകൊണ്ടിരുന്നു. ഇദ്ദേഹം വന്നെന്നെ പറഞ്ഞു നീ 100 കോടി തരത്തില്ല, 50 കോടി തരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നാൽ 50 കോടി തരുമോ? ഒരു ദിവസം 30 കോടി തരും, ഒരു ദിവസം 20 കോടി തരും. ഇതെന്ന് തരും? ഒരു മാസം ഫിനാൻഷ്യൽ പ്ലാനിങ് വേണ്ടേ? ഇതെന്ന് കിട്ടുമെന്നറിയത്തില്ല. എന്നിട്ട് തന്നെ ഞാൻ പോയി SPയുടെ CGMൻ്റെയൊക്കെ ചേംബറിൽ പോയിരുന്ന് സംസാരിച്ച് കാല് പിടിച്ച് ഒരു 50 കോടിയും കൂടെ ഞാൻ ഓവർ ഡ്രാഫ്റ്റ് കിട്ടി. അപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ധനകാര്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു എനിക്കൊരു 100 കോടി ഒരു 1 ടൈം അസിസ്റ്റൻസായിട്ട് എനിക്കൊരു 100 കോടി രൂപ 100 കോടി തന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിട്ടോ ഞാൻ റോൾ ചെയ്തോളാം. പിന്നെ എൻ്റെ സ്കീം ഓഫ് തിങ്സ് ഇപ്പം തന്നെ ബജറ്റ് ടൂറിസം ഏതാണ്ട് ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ 67 കോടി രൂപയോളം ഒരു വർഷം ജനറേറ്റ് ചെയ്യുന്നതാണ്. 15 പമ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് ഏതാണ്ട് 25 കോടി രൂപയോളം ജനറേറ്റ് ചെയ്യുന്നതാണ്. ഈ സ്ഥലങ്ങളെല്ലാം മോണിറ്റൈസ് ചെയ്യുന്ന ലാൻഡ് മോണിറ്റൈസേഷൻ സ്കീം, ഇതെല്ലാം കൊണ്ട് ഞാനൊരു 3 കൊല്ലത്തിനുള്ളിൽ ഇത് ശരിയാക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ അദ്ദേഹം ഈ 50 കോടി അത് എത്ര പ്രാവശ്യം ആൻ്റണി രാജു അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോയിരുന്ന് സംസാരിച്ചാലേ ഇതൊന്നും കിട്ടത്തുള്ളൂ. നമുക്കൊരു ഇതില്ല, ഒരു സെർട്ടനിറ്റി ഇല്ല എന്ന് കിട്ടുമെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, കിഫ്ബിയിൽ നിന്ന് ഇദ്ദേഹം അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് 50 ബസ്സിനുള്ള പൈസ കിട്ടി. തോമസ് ഐസക് ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞു താൻ എടുത്തോ. ഞാൻ പറഞ്ഞു തിരിച്ചടയ്ക്കാൻ എന്നെ കൊണ്ട് താൻ എടുക്ക്, ബാക്കി എത്രയോ പാലത്തിൻ്റെ ഒന്നും തിരിച്ചടയ്ക്കുന്നില്ലല്ലോ, എന്തായാലും ജനങ്ങൾക്ക് നല്ലത് വരട്ടെ, ഞാൻ കുറച്ചുകൂടെ പൈസ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കിഫ്ബിക്ക് ഒരു 700 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊടുത്തു. അത് ഇദ്ദേഹം വന്നാൽ അത് മൊത്തം വെട്ടിക്കളഞ്ഞു. പിന്നെ സ്മാർട്ട് സിറ്റിയിലാണ് 113 വണ്ടിയും കൂടെ വന്ന് 163 വണ്ടി തിരുവനന്തപുരത്തെ ഇലക്ട്രിക്. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. അതിൻ്റെ ചിലവ് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാം എടുത്തു കഴിഞ്ഞാലും ബാറ്ററി കറണ്ട് എല്ലാം എടുത്തു കഴിഞ്ഞാലും 22 രൂപ പെർ കിലോമീറ്റർ വരുമ്പോൾ നമുക്ക് 35 രൂപയാണ് ആ ചെറിയ വണ്ടിയിൽ നിന്ന് പോലും കിട്ടുന്നത്. അപ്പം നമുക്ക് അവിടെ ലാഭമാണ്. ഒരു വണ്ടി ഒരു മാസം 1 ലക്ഷം രൂപയായിരുന്നു, 1.25 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ 50 വണ്ടി ഉണ്ടായപ്പം ലാഭം ഉണ്ടായിരുന്നു എന്നുള്ളത്. രണ്ടാമത്
വന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ വന്നപ്പം കുറച്ച് ലാഭത്തിനകത്ത് കുറച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 85,000 രൂപയിൽ ലാഭമാണ്, മനസ്സിലാക്കണം. അതേസമയം KSRTCയുടെ ഒരു വണ്ടി 35 രൂപ അല്ലെങ്കിൽ 40 രൂപ കിട്ടുമ്പോൾ അതിൻ്റെ ചിലവ് 90 രൂപയാണ്. കാര്യം ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 7.5 ആൾ വേണം ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി വേജസുകാരൻ അവൻ വന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അത് തന്നെ കുറഞ്ഞു പോയി. കാരണം വെച്ചാൽ ഗവൺമെൻറ് ഒരു നോം ആയതുകൊണ്ട് ഞാൻ മാത്രം കുറച്ചു. എന്നാലും അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നുണ്ടായിരുന്നു. സ്വിഫ്റ്റിലുള്ളവർക്ക് 50,000 രൂപയൊക്കെ കിട്ടുന്ന ഡ്രൈവർമാർ ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് എൻ്റെ കാലത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ 50 കോടി രൂപ സമയത്തിന്. രണ്ടാമത് മനോജ് ജോഷിയായിരുന്നു അർബൻ അഫയേഴ്സ് സെക്രട്ടറി, ഇവിടുത്തെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 2 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കേരളത്തിന് 950 വണ്ടി, ഇലക്ട്രിക് വണ്ടി അനുവദിച്ചു. പ്രധാനമന്ത്രി ഇ സേവ എന്ന് പറഞ്ഞ പദ്ധതി. ആ പദ്ധതിയിൽ മനോജ് ജോഷി സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സബ്സിഡി അനുവദിക്കും. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വണ്ടി വാങ്ങിക്കും. പിന്നെ വേറൊരു മിനിസ്ട്രി ഓഫ് സർഫസ് ട്രാൻസ്പോർട്ട് വേറൊരു സ്കീം. ഇങ്ങനെ വരുമ്പോൾ ഞാൻ അന്ന് പെട്രോളിയം സെക്രട്ടറി ആയിരുന്ന മനോജ് സാബ് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ അഡ്വൈസറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, സാറേ ഈ 3 മിനിസ്ട്രിയുടെ സ്കീമും കൂടെ ഒന്നിച്ചാക്കിയാൽ ഇത് രക്ഷപ്പെടും. അല്ലാതെ 3 മിനിസ്ട്രി ഞങ്ങളുടെ അടുത്ത് 3 കാര്യം പറഞ്ഞാൽ ശരിയാകത്തില്ല. അങ്ങനെയാണ് പ്രധാനമന്ത്രി ഈ സഭ വരുന്നത്. അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്ത് ചെയ്തത്. അപ്പം അങ്ങനെ 950 വണ്ടി കിട്ടിയപ്പോൾ എനിക്കറിയത്തില്ല, എൻ്റെ നാടായിട്ടുള്ള കായംകുളത്തിനും ഉണ്ട് 50 വണ്ടി. ഞാൻ ആലോചിക്കുക കായംകുളത്ത് 50 വണ്ടി എവിടെ ഇട്ട് ഓടിക്കുമെന്ന്. കായംകുളം ടൗൺ എല്ലാം കൂടെ 4 കിലോമീറ്ററേ ഉള്ളൂ നീളത്തില്ല. കായംകുളത്തിന്, ചേർത്തലയ്ക്ക്, മലപ്പുറത്തിന്, കോഴിക്കോടിന്, കണ്ണൂരിന് എല്ലാം കൂടി ചേർത്ത് 950 ഉണ്ട്. 55 രൂപ നമ്മൾ പെർ കിലോമീറ്റർ കൊടുക്കണം പ്രധാനമന്ത്രി ഈ സേവയിൽ. ആ 55 രൂപയിൽ 12 മീറ്റർ വണ്ടിയാണെങ്കിൽ 28 രൂപ കേന്ദ്ര ഗവൺമെൻറ് തരും. അപ്പോൾ 27 രൂപയാണ് നമ്മുടെ ചിലവ്. ഈ 3 മാസത്തേക്ക് ഉള്ള ഈ ചിലവ് 180 കിലോമീറ്ററെങ്കിലും ഒരു വണ്ടി ഓടുമെന്നുള്ളൊരു കണക്കൂട്ടലില്ല. 3 മാസത്തേക്കുള്ള ചിലവ് നമ്മൾ മുൻകൂർ അടയ്ക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്ത് എപ്പോഴും 3 മാസം കൂടുതൽ മുൻകൂർ അടച്ച് എസ്ക്രോ ചെയ്യണം. ഇത് ധനകാര്യമന്ത്രി കൊടുത്തില്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നെന്ന് വെച്ചാൽ പകൽ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഓടിക്കുക. ഈ വണ്ടിക്ക് റേഞ്ച് ഉണ്ട് 100-150. വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞാൻ ചാർജ് ചെയ്തിട്ട് രാത്രി ഞാനൊരു ഫാസ്റ്റായിട്ട് കൊല്ലത്തേക്ക് ഓടിക്കുക. അപ്പോൾ രാത്രി മൊത്തം ഈ വണ്ടി ഓടിക്കും. കാരണം വെച്ചാൽ നിങ്ങൾ ഇൻഡിഗോ ഫ്ലൈറ്റ് നോക്കണം, രാത്രി ആയാലും ആ ഫ്ലൈറ്റ് താഴെ നിർത്തത്തില്ല, ഓടിക്കൊണ്ടിരിക്കണം. ഇത് ആവറേജ് ഒരു KSRTCയുടെ യൂട്ടിലൈസേഷൻ നോക്കുന്നതന്നെ 6 മണിക്കൂർ പോലും ഒരു ബസ് ഓടുന്നില്ല. ഞാനത് 13 മണിക്കൂർ ടാർജറ്റ് എന്നുള്ള നിലയിലേക്ക് ഒരു ബസ് ഓടിക്കാനായിട്ട് ഞാൻ നോക്കിയതാണ്. ആളിനെ കിട്ടും, നമുക്ക് രാവിലെ 6 മണി തൊട്ട് രാത്രി 10 മണി വരെ ആളിനെ കിട്ടും. ഈ പ്രധാനമന്ത്രി ഈ സേവയ്ക്കാണ് അദ്ദേഹം ഇത് കൊടുത്തില്ല, എസ്ക്രോ കൊടുത്തില്ല. അങ്ങനെ PM ഈ സേവ മുഴുവനായിട്ട് നിന്നു, ഒരു വണ്ടി പോലും കിട്ടില്ല. ഇപ്പം CP ജോൺ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അവിടെ സ്കീം തീർന്നു. കർണാടകയും ആന്ധ്രാപ്രദേശും എല്ലാം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. രണ്ടാമത്തെ നമ്മുടെ മുൻകൈയിൽ ആരംഭിച്ച ഒരു സ്കീം ഒരു ഗുണവും നമുക്ക് കിട്ടിയിട്ടുമില്ല. അദ്ദേഹത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 5 കൊല്ലം കൊണ്ട് കേരളം എങ്ങനെ ആയെന്നുള്ളതിനെ പറ്റി നമുക്കിത് അറിയാവുന്ന കാര്യമാണല്ലോ. എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാമല്ലോ, എനിക്കിപ്പം വേറെ ഇതൊന്നുമില്ല. അതുപോലെ തന്നെ KSRTC അതേസമയം തോമസ് ഐസക് ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ലെറ്റ് മീ ടെൽ യു വെരി ക്ലിയർലി, 3ാമത്തെ കൊല്ലം ഞാൻ ലാഭത്തിലാക്കിയാണ് KSRTC. ഏതായാലും KSRTC കഴിഞ്ഞു, ഇനി അത് KSEBയിലേക്കൊന്ന് വരാമെന്നിരുന്നു. അവിടെ ചെയർമാനായി ചെയർമാൻ മാനേജിങ് ഡയറക്ടറായിട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ KSEBയുടെ പ്രയോറിറ്റികൾ എന്താണ്? ഇതിൽ പവർ ജനറേഷനാണോ അതോ പവർ ഡിസ്ട്രിബ്യൂഷനാണോ? എന്താണ് KSEBയുടെ പ്രയോറിറ്റി ആയിട്ട് പൊതുവെ കണക്കാക്കപ്പെടുന്നത്? KSEBയുടെ പ്രയോറിറ്റി പവർ പർച്ചേസാണ്. വാങ്ങിച്ചുകൊണ്ടേ നോക്കുക. ജനറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇടുക്കി കക്കയം പോലുള്ളതൊക്കെ ആണെങ്കിൽ 5 കൊല്ലം 7 കൊല്ലം കൊണ്ട് തീർത്തതാണ്. ഇപ്പം ഞാൻ വരുമ്പം എനിക്ക് വലിയ ബഹുമാനമുള്ളൊരു മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചെയർമാനെ ഒന്നും ചെയ്തില്ലെങ്കിലും തൊട്ടിയാർ പ്രോജക്റ്റ് 40 മെഗാവാട്ട്, പള്ളിവാസൽ എക്സ്റ്റൻഷൻ 60 മെഗാവാട്ട്, രണ്ടും കൂടെ ചേർത്ത് 100 മെഗാവാട്ട് കേരളത്തിന് കിട്ടുന്നതാണ്. ഹൈഡൽ പ്രോജക്ട്സാണ്. ഇത് 2007-ലും 2009-ലും തുടങ്ങിയതാണ്. ഇവർ എല്ലാ കൊല്ലവും പറയും ഞങ്ങളിപ്പോൾ ഈ കൊല്ലം ഉദ്ഘാടനം ചെയ്യും. അതുകൊണ്ട് വേറെ ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിലും നിങ്ങളിതൊന്ന് കമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചാർജ് എടുക്കുന്ന 2024 മെയ് 29-ന്, ഒക്ടോബർ 17 തൊട്ടിയാർ കമ്മീഷൻ ചെയ്തു. ജനുവരി 26-ഓ 27-നോ പള്ളിവാസലും കമ്മീഷൻ ചെയ്തു. അവിടെ ഒരു ലീഡർഷിപ്പ് ക്രൈസിസ് ഉണ്ട്.
ഗവൺമെൻറ് തന്നെ വലുതായിട്ട് ഇത് ഇറ്റ്സ് എ വെരി ഫുള്ളി ഓട്ടോണമസ് ആൻഡ് വെരി പ്രൊഫഷണൽ. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് കേരള ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രൊഫഷണലായിട്ടുള്ളൊരു സ്ഥാപനമാണ്. പക്ഷേ അവർക്ക് ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പുതുതായിട്ട് ജനറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് വന്നാലോ പമ്പ് സ്റ്റോറേജ് വന്നാലോ പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. പർച്ചേസ് കൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടെന്നുള്ളൊരു സത്യം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. 8,000 കോടി കിടന്ന പർച്ചേസ് അത് ഞാൻ വരുമ്പോൾ 12,981 crores ആയിരുന്നു. ഹരിയാനയും പഞ്ചാബും UP-യുമായിട്ട് സ്വാപ്പ് അറേഞ്ച്മെൻറ്റും ഒക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇവിടെ പവർ കട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അതല്ല, അത് ശരിയല്ല. ജനറേഷൻ കപ്പാസിറ്റി കൂട്ടണം, ബാറ്ററി സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടണം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ട്രാൻസ്മിഷൻ കപ്പാസിറ്റി കൂട്ടണം, ഇതെല്ലാം ചെയ്യേണ്ട കാര്യമുണ്ട്. അങ്ങനെ സ്വാപ്പ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ട് 12,879 ആയിട്ടോ മറ്റാണെന്നുണ്ട് കുറഞ്ഞ് 981 എന്നുള്ളത് 879 ആയിട്ടോ. അതായത് ഈ കേരളത്തിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധ പതിക്കാതെ പകരം എവിടുന്നെങ്കിലും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാം അല്ലേ, കറണ്ട് വാങ്ങിക്കാം എന്നൊരു പദ്ധതിയാണ് മൊത്തത്തിലുള്ളത്. പലതും പ്രൈവറ്റ് കമ്പനികളാണ്, അത് മനസ്സിലാക്കണം. ഈ സാറിൻ്റെ അതിന് ഇടയ്ക്ക് വെച്ച് പംപ്ഡ് സ്റ്റോറേജ് സിസ്റ്റം എന്നും പറഞ്ഞു. നിലവിൽ അങ്ങനെ പംപ്ഡ് സ്റ്റോറേജ്, എന്താണ് പംപ്ഡ് സ്റ്റോറേജ് സിസ്റ്റം അഥവാ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ? കേരളത്തിൽ ചെയ്യേണ്ട പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റമാണ്. ബാറ്ററി സ്റ്റോറേജ് എന്ന് പറയുന്നുണ്ട് ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ, നമ്മുടെ കറണ്ടുണ്ട്, ആ കറണ്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമുക്ക് ആവശ്യമുള്ള കറണ്ട് ഇല്ലാത്തപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും, ഞാൻ രാജസ്ഥാനിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഞാനൊരു സോളാർ പാടം കണ്ടു. എനിക്കറിയത്തില്ല, ജീപ്പിനകത്ത് ഒരു 2 കിലോമീറ്ററെങ്കിലും പോകണം അത് മൊത്തം കണ്ടു തീരണമെങ്കിൽ. അത്രയ്ക്ക് വിശാലമായിട്ട് ആ താർമർഗ് ഭൂമിയുടെ അവിടെ കിടക്കുകയാണ്. അപ്പം ഇതല്ല, ആസ് ലോ ആസ് ഒരു യൂണിറ്റിന് 20 പൈസ വരെ വന്ന സമയമുണ്ട്. ഞാനിരിക്കുന്ന സമയത്ത് തന്നെ 20 പൈസ വരെ പകൽ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ഇനി 3.5 ലക്ഷത്തോളം വീടുകളിലാണെന്നുണ്ട് സോളാർ ഉള്ളത് കാരണം നമ്മുടെ കൺസംഷൻ അവിടെ ആ സൈഡിലോട്ട് കുറയ്ക്കുന്നത്. പക്ഷേ അത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, ഇറ്റ് ഈസ് ഓൺ ദ LT സൈഡ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മളൊരു ബാറ്ററി സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഞാനിരുന്ന സമയത്ത് 2 പ്രോജക്റ്റിന് ഞാൻ ടെൻഡർ വിളിച്ചു. മയിലാട്ടിയിൽ 500 മെഗാവാട്ടും പിന്നെ പോത്തങ്കോട് ഉൾപ്പെടെ 4 സബ്സ്റ്റേഷനിൽ 500 മെഗാവാട്ട്. ബ്രഹ്മപുരം 97 ഏക്കറുള്ളതാണ്. 97 ഏക്കറിനകത്തുള്ളതിനകത്തും അവിടെയും ഞാൻ ടെൻഡറിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം ഇതുകൂടാതെ കായംകുളത്ത് NTPC അവർ റിവൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. കായംകുളത്ത് NTPCയിൽ റിവൈവ് ചെയ്താണ് ഞങ്ങളൊരു കണ്ടീഷൻ വെച്ചു. 2000 മെഗാവാട്ടെങ്കിലും ബാറ്ററി സ്റ്റോറേജ് അവർ സ്ഥാപിക്കണം. ഇതുവരെ അതിനുള്ള നടപടി NTPC ആയിട്ടുള്ള ഇഷ്യൂസ് ഇതുവരെ അവർ തീർത്തിട്ടില്ല. അപ്പോൾ 3500 മെഗാവാട്ട് ബാറ്ററി സ്റ്റോറേജാണ് നമ്മുടെ ഇവിടുത്തെ LT സൈഡിലുള്ള ഈ സോളാറും എല്ലാം കൂടെ 1200 മെഗാവാട്ടായിരുന്നു ഞാൻ ഇറങ്ങുന്ന സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ടോ നമ്മുടെ ഡാമുകളിലൊക്കെ സോളാർ പ്ലാന്റ് ഇട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. വൈകുന്നേരം നമുക്ക് ഇത് ഉപയോഗിക്കാം. നമ്മൾ ഏതാണ്ട് 1200 കോടി രൂപയാണ് പവർ ഗ്രിഡ് കോർപ്പറേഷന് അവരുടെ ട്രാൻസ്മിഷൻ ലൈൻ ഉപയോഗിച്ചിട്ട് കറണ്ട് കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്നത്. അതിനേക്കാൾ ഉപരി അത് പവർ കൊണ്ടുവരുന്നതിന് കഞ്ചഷൻ ഉണ്ടാകും. നമ്മുടെ റോഡ് പോലെ തന്നെ വണ്ടി എല്ലാം കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ചഷൻ ഉണ്ടാകും, നമുക്ക് കിട്ടത്തില്ല. ചിലപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തന്നെ കറണ്ട് കാണത്തില്ല. ഇപ്പം 10 രൂപയ്ക്ക് മേളിൽ വാങ്ങിക്കാനായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ട്രാൻസ്മിഷൻ ചാർജസ്, ഇതിനിടെ എവിടെയെങ്കിലും ഒരു ലൈൻ പൊട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇൻറ്റേർണലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ബാറ്ററി സ്റ്റോറേജ് ഇപ്പോൾ എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ NTPCയുടെ ഇഷ്യൂ ഇതുവരെ തീർന്നിട്ടില്ല. എൻ്റെ അടുത്ത സുഹൃത്താണ് രാജമാണിക്യത്തിൻ്റെ ശ്രദ്ധ ഞാനിത് പെടുത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ അടുത്തും അദ്ദേഹത്തിന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് NTPCയുടെ ഇഷ്യൂസ് സോർട്ട് ചെയ്യണം, യു വിൽ ഹാവ് ടു സ്റ്റോർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പംപ്ഡ് സ്റ്റോറേജാണ്. പംപ്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കേരളത്തിൽ ഒറ്റൊരെണ്ണമില്ല. പംപ്ഡ് സ്റ്റോറേജ് 2017 വാപ്കോസ് എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് കമ്പനിയെ, ഞാൻ അഗ്രികൾച്ചർ ഡയറക്ടറായിരിക്കും തന്നെ, അവരിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ വട്ടവടയിലേക്ക് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ, അഗ്രോ എക്കണോമിക് സോൺ തുടങ്ങാൻ വേണ്ടി വെള്ളം വേണം, അതിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വളരെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ഏരിയയാണ് പംപ്ഡ് സ്റ്റോറേജ്. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു കക്കയത്തോ മറ്റോ ആണെന്നുണ്ട് 1000 മെഗാവാട്ട് പംപ്ഡ് സ്റ്റോറേജ് എന്ന് പറയും. പംപ്ഡ് സ്റ്റോറേജ് എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഒരു പ്ലാൻ ചെയ്തുണ്ടാക്കുന്ന ഒരു ഡാമിൽ വെള്ളം താഴോട്ട് ഇറങ്ങുമ്പോൾ ടർബൈൻ കറങ്ങും. തിരിച്ച് ആ ടർബൈനിൽ തന്നെ കറണ്ട് കൊടുക്കുമ്പോൾ അത് തിരിച്ച് പമ്പായിട്ട് വരും. ടർബൈൻ കം പമ്പാണ് പംപ്ഡ് സ്റ്റോറേജിൽ സാധാരണഗതിയിൽ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എന്നാൽ വൈദ്യുതി കൊടുത്താൽ വേണമെങ്കിൽ അത് മോട്ടറായിട്ടും പ്രവർത്തിക്കും. അതായത് പകൽ സമയത്ത് നമുക്ക് വൈദ്യുതി 2 രൂപയ്ക്ക് കിട്ടുമെന്ന് വെച്ചു, 2 രൂപ അല്ലെ 2.5 രൂപയ്ക്ക് കിട്ടും. രാത്രി നമ്മൾ 10 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 2 രൂപയുടെ വൈദ്യുതി ഉപയോഗിച്ച് ഇതിനെ പമ്പ് ചെയ്ത് തിരിച്ചകത്ത് കയറ്റും.
രാത്രി പിന്നെയും തുറന്നു വിടും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്നറിയോ, താഴെയും കൂടെ ഒരു ഡാം കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ റീസൈക്കിൾ ചെയ്ത് ചെയ്യാം. അപ്പം നമ്മുടെ ഡാമുകളിലെല്ലാം ഇപ്പം ടർബൈൻ, അങ്ങനത്തെ ടർബൈനല്ല, ഇടുക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 50 കൊല്ലം ആകുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വലിയ പമ്പുകൾ വെച്ചിട്ട് ഇതേപോലെ തന്നെ പമ്പ് ചെയ്ത് തിരിച്ചു കയറ്റണം. ചിലയിടത്തൊക്കെ നമ്മൾ ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയത്തില്ല, പമ്പ് ചെയ്ത് മേളിലോട്ട് കയറ്റുന്നതാണ്. അപ്പോൾ ഈ പമ്പ് ടു സ്റ്റോറേജ് ആണ് നമ്മുടെ ഇപ്പം ഞാൻ അന്ന് കമ്മീഷൻ ചെയ്ത തൊട്ടിയാറും പള്ളിവാസലിലും ഒക്കെ പമ്പ് ടു സ്റ്റോറേജ് ചെയ്യേണ്ടതാണ്. അങ്ങനൊരു മാസീവായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ഹൈഡൽ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് വനത്തിൽ പോകുന്നതാണ്. ഇനി ഭയങ്കര വിഷമം തോന്നി, ഇതിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ചെല്ലുന്ന ഉള്ള മരങ്ങളെല്ലാം പോകും. അപ്പം ഹൈഡൽ പ്രോജക്റ്റ് കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല, എക്സെപ്റ്റ് അതിരപ്പള്ളിയിൽ അങ്ങനത്തെ ഡാമേജ് ഇല്ല, ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ജനങ്ങളതിനെ ഇവിടുത്തെ റിസോർട്ട് മാഫിയും മറ്റും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയക്കാർ അവർ പറയുന്നത് കേട്ട് വലയിൽ വീണ് പോയിട്ടുണ്ട്. അതൊഴിച്ച് ബാക്കി ഉള്ളിടത്ത് ഒന്നും കൊണ്ടുവരണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇത് രണ്ടും മാത്രം ചെയ്യുകയും പിന്നെ മൂന്നാമത് ചീമേനയിലെ SPR ബ്രീഡർ റിയാക്ടർ അറ്റോമിക് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുള്ളൂ. കേരളം ഷുഡ് ബി സർപ്ലസ്. ആൻഡ് ഞാൻ ഈ പ്രാവശ്യത്തെ വരത്തില്ലോ എന്ന് അറിയത്തില്ലെങ്കിലും 10-30 പോയിൻ്റ് ഞാൻ ധനകാര്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് കണ്ട് കൊടുത്തു. ഞാൻ ഗവൺമെൻറ്റിലോട്ട് പോകാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, ഇനിയും പോകത്തില്ല. എന്നെ വിളിച്ചിട്ട് പോലും ഞാൻ പോകാൻ നിൽക്കാത്ത ഒരാളാണ് എനിക്ക്. എന്നാലും നമ്മുടെ നാടല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് 2-3 പ്രപ്പോസൽസൊക്കെ വന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് സെല്ല് വരുന്നു, സെൻട്രലൈസ്ഡ് ലാൻഡ് അക്വിസിഷനൊക്കെ വരുന്നുണ്ടെങ്കിലും അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അറ്റോമിക് എനർജി കൊണ്ടുവരണമെന്നുള്ളതാണ്. ഏതായാലും വളരെ ഏറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. സമയം വളരെ പരിമിതമായ അത് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പം നിലവിൽ. എന്നാൽ വളരെ ശ്രദ്ധാപൂർവമായ ഒരു സംഭാഷണം കൂടിയായിരുന്നു. കേരളത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളെ അതിൻ്റെ എല്ലാവിധ ഗൗരവത്തോടും കൂടി, അവധാനത്തോടും കൂടി തന്നെ കൈകാര്യം ചെയ്യാം. ഒപ്പം നാം നമ്മെ കൊള്ളയടിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് നാം നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി സമ്പത്ത് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയിലേക്ക് കൂടിയായിരുന്നു സംഭാഷണം വലിയൊരു അളവിൽ സാറ് സംസാരിച്ചു വന്നതും. എന്തായാലും ഇൻട്രപ്ഷൻ, ഞാനിപ്പോഴും വളരെ പോസിറ്റീവാണ്. ഇന്ത്യ എന്ന് പറയുന്നൊരു സുഹൃതം ചെയ്ത ഒരു രാജ്യമാണ്. എപ്പോഴൊക്കെ ക്രൈസിസ് വന്നിട്ടുണ്ടോ ആ ക്രൈസിസിൽ നിന്നെല്ലാം നമ്മൾ കരകയറിയിട്ടുണ്ട്. നമുക്ക് സ്വർണം പോലും പണയം വെച്ച സമയത്ത് ലിബറലൈസേഷൻ വന്നു. പക്ഷേ എനിക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വിഷമം എന്ന് പറയുന്നത്, ഈ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈവറ്റ് എന്ന് പറയുന്നത് അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറയും, എന്നിട്ടാണെങ്കിൽ അദാനി ചീത്ത പറയും. ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സെക്ടർ 5000 കോടി 6000 കോടി രൂപ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും. പബ്ലിക് സെക്ടറിൻ്റെ പണിയല്ല ഇത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരികയും വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ഇതുണ്ടാകൂ. അപ്പം KSEB ആയാലും KSRTC ആണെങ്കിലും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ലിബറലൈസ്ഡ് രീതിയിൽ ചില ഏരിയയിലൊക്കെ പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ടുവരണമെന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടുത്തെ ഭരണകർത്താക്കളൊന്നും അത് ചെയ്യുന്നില്ലെന്നുള്ളതാണ് എൻ്റെ നിരാശ. അപ്പോൾ ഏതായാലും ആ മനോഭാവത്തിലേക്കുള്ള ഒരു വലിയ ദിശാസൂചിയായിട്ട് ഈ പുസ്തകവും ഒപ്പം സാറിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ മാറട്ടെ. അതിനുവേണ്ടി മാത്രമാണ് ആ പുസ്തകം എഴുതിയത്. ആരെങ്കിലും കാണട്ടെ, ഇത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യും. മേ ബി ഒരു 25 years കഴിഞ്ഞിട്ടായിരിക്കും വരട്ടെ എന്നുള്ളത്. ഏതായാലും ഈ സംഭാഷണം ഇവിടെ നാം അവസാനിപ്പിക്കുകയാണ്. അതിൽ ഇത്രയും നേരം നമ്മളോട് കൂടെ വളരെ സർഗാത്മകമായ രീതിയിൽ തന്നെ ഈ സംഭാഷണത്തെ മുന്നോട്ട് നയിച്ച ബിജു പ്രഭാകർ സാറിന് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവരെല്ലാം